നോമ്പൊക്കെ നന്നായിട്ട് പോകുന്നല്ലോ അല്ലേ? നന്നായിട്ട് പോകുന്നല്ലോ. നമുക്ക് കൂടുതൽ ഈശോയിലേക്ക് അടുക്കണം. നന്നായിട്ട് നല്ല വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും പരിശ്രമിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയിലൊക്കെയാണോ? നോമ്പ് കാലത്ത് ചില പാപങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ചില ഇഷ്ടങ്ങൾ നമ്മൾ ഒഴിവാക്കുക മാത്രമല്ല, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഒഴിവാക്കണം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി. എന്തൊക്കെയാണ്? ബീഫ്, ചിക്കൻ, അലുവ, ജിലേബി, ലഡു. നമുക്കിഷ്ടമുള്ളതെല്ലാം ഒഴിവാക്കിയാൽ മാത്രം പോരാ, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലാണ് നോമ്പിലെ വലിയ അനുഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയ. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടേക്ക് പറഞ്ഞിരുന്നു, എന്തൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളതിലല്ല, പകരം ഈശോയെ കിട്ടി എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ഈശോയെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം, നമ്മുടെ പ്രാർത്ഥനകളുടെ ലക്ഷ്യം. നമ്മളൊരു ധ്യാനം കൂടുമ്പോൾ എല്ലാ ലക്ഷ്യത ഈശോയെ കിട്ടണം. രണ്ട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചോളും. ഇപ്പം നിങ്ങൾ ഈ ധ്യാനം കൂടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി നിയോഗങ്ങളുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ചിലപ്പോൾ ചില രോഗങ്ങൾ മാറാനായിരിക്കും, ചില പ്രശ്നങ്ങൾ മാറാനായിരിക്കും, ചില സങ്കടങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതായിരിക്കും. എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? ഈശോ പ്രവർത്തിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് മുതലേ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ തവണ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ആരാധനയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് പഠിക്കുന്ന പിള്ളേരോടൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വചനമാണ് നെഹേമിയ 2:20. നിങ്ങൾക്ക് കാണാതെ അറിയോ? നെഹേമിയ 2:20. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും. അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണല്ലോ അല്ലേ? അതോ ചുമ്മാ ഇരുന്ന് ബോറടിച്ച് വെറുതെ ഇരിക്കുന്നവരാണോ? അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞു ജോലികൾ മുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വരെ. നമ്മളെക്കൊണ്ട് എല്ലാം ഒന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ച് പോയേക്കാം, മടുത്തു പോയേക്കാം, മടി വന്നേക്കാം. അപ്പോൾ ആ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. നെഹേമിയ 2:20. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. അല്ലേ, കർത്താവല്ലേ നിങ്ങളെ സഹായിക്കുന്നേ? ആണോ? ഉത്തരം പറയുന്നില്ലല്ലോ. ആണോ? അടുക്കളയിൽ സഹായിക്കുന്ന ആരാണ്? പശുവിനെ മാറ്റിക്കെട്ടാൻ സഹായിക്കുന്ന ആരാണ്? നിങ്ങൾ തന്നെ അല്ലേ? നിങ്ങൾ തന്നെ എങ്ങനെ പശുവിനെ മാറ്റിക്കെട്ടിയോണ്ടാണ് പശു നിങ്ങളെ കുത്താൻ വന്നത്. കർത്താവിനെ കൂട്ടുപിടിച്ചു. കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ കർത്താവിനെ കൂട്ടുപിടിച്ചു. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് മാറും. ചെറിയ കാര്യങ്ങളിൽ ഈശോയെ കൂട്ടുപിടിച്ചാൽ ആ ചെറിയ കാര്യങ്ങളെ ഈശോ മഹത്തരമാക്കി മാറ്റും. പലതിനും എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനം നമ്മുടെ മനസ്സിലുണ്ടാണ്. നെഹേമിയ 2:20. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചില പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം വൈകുമ്പോൾ, ചിലതൊക്കെ നിങ്ങൾ ഒത്തിരി അധ്വാനിച്ചിട്ട് ഒരു റിസൾട്ടൊന്നും വരാത്ത സമയത്ത്, ചില സങ്കടങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വിജയം നൽകും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ കൂട്ടുപിടിക്കുക കേട്ടോ, അതാണ് പ്രധാനം. ഈ രോഗത്തെ ഒന്ന് അതിജീവിക്കാൻ, ഈ കടത്തെ അതിജീവിക്കാൻ, ഈ കുടുംബ പ്രശ്നത്തെ അതിജീവിക്കാൻ നമ്മളായിട്ട് ശ്രമിക്കുകയല്ല. നമ്മൾ മടുത്തു പോകുന്നു. നമുക്ക് ആരുടെ സഹായം വേണം? ഈശോയുടെ സഹായം വേണം. മറ്റൊരു വചനം എടുക്കാവോ? സങ്കീർത്തനം 108 എടുക്കാം. 108 സങ്കീർത്തനം. ഇതുപോലെ തന്നെ ഒരു വചനമാണ്, നല്ലൊരു സങ്കീർത്തനം. 108 സങ്കീർത്തനം, അതിൻ്റെ 13 വാക്യം. വലിയൊരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്ന, ഒരു ആത്മധൈര്യം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. 108 സങ്കീർത്തനം, അതിൻ്റെ 13 വാക്യം. Psalm 108 verse 13. കിട്ടിയോ? എല്ലാവരും ചേർന്ന് വായിച്ചേ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. നെഹേമിയ 2:20 മറക്കരുത് കേട്ടോ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും. അതേ അർത്ഥം ഏകദേശം വരുന്നൊരു വചനം ഇത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കൊടുക്കുകയാണ്. ഈശോയെ, എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ പറ്റുന്നില്ല, പക്ഷേ ഇനി മുതൽ എന്നാ പറയണം? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഫൗസ്റ്റീനാമ്മയുടെ ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇവിടെ ഇല്ല, വീട്ടിലുണ്ടോ? നമ്പർ ഞാൻ പറഞ്ഞത് 1600 എത്രയോ, 1600 ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു നമ്പറിൽ ഇങ്ങനെ ഈ നോമ്പ് കാലത്തിന് വേണ്ടി ഇങ്ങനെ ഫൗസ്റ്റീനാമ്മ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പം ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, നിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നു. നോമ്പ് തുടങ്ങുന്ന സമയത്ത്. നിങ്ങളോട് ഈശോ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, നിങ്ങൾ സ്കൂളിൽ കയറാണ്ട് നടക്കുന്നവരാണ്. ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറയാണ്, മോളെ നിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് നോമ്പിന്. ഏത് സ്കൂളാണെന്നറിയോ? എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ നിന്നെ ഞാൻ ചേർക്കാൻ പോവാണ്. കുറേ പേരുണ്ടെന്ന് തോന്നല്ലേ അഡ്മിഷൻ മേടിച്ചിട്ട് കയറാണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. ഈശോ എനിക്ക് സഹനം വേണ്ടെന്ന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കയറാത്തവരുണ്ട്. കുറേ പേര് ആ സ്കൂളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ക്ലാസ് മാറുന്നില്ല, ആ ക്ലാസ്സിൽ തന്നെ തോറ്റ് കിടക്കുന്നുണ്ട്.
ചിലർ LKG ചിലർ 10ാം ക്ലാസ്സിലാണ്. എന്തായാലും സഹനത്തിൻ്റെ സ്കൂളിൽ നിങ്ങളും ഉണ്ട്. എത്തി നോക്കിയാൽ ഫൗസ്റ്റീന അമ്മേനെയും കാണാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഈശോ പറയാണ്, നിന്നെ ഞാൻ എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർക്കുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് എന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടെ, എങ്ങനെ സഹിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. സഹനം എങ്ങനെ മാറ്റാം, സഹനം എങ്ങനെ മാറും, ഇതൊന്നും അല്ല ഈശോയുടെ സിലബസ്. എങ്ങനെ സഹിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആ സ്കൂളിലുണ്ടോ? അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്? അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു ഹോംവർക്ക് ഹോമിലോ വർക്കിലോ എവിടെയൊക്കെ എങ്കിലും ഇറങ്ങുമ്പോൾ ഈശോയുടെ ആ സിലബസ് പഠിക്കാനുള്ള അവസരം തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫൗസ്റ്റീനാമ്മ പറയുന്നതെന്ന് അറിയും, നമ്മളാണെങ്കിൽ പറയും ഈശോയെ എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായി, ഇനി തന്നാൽ ഞാൻ തട്ടിപ്പോകുന്നൊക്കെ പറയും. പക്ഷെ ഫൗസ്റ്റീനാമ്മ ഈ സ്കൂളിലെ നല്ലൊരു വിദ്യാർത്ഥിനി പറഞ്ഞത് എന്നാണെന്നറിയോ? അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നാത്തിനും തയ്യാറാണ്. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണെന്ന്. ഇനിയിപ്പോൾ ക്ലാസ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് 10ാം ക്ലാസ്സിലെ സിലബസ് ആണെങ്കിലും അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ക്ലാസ്സിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 1ാം ക്ലാസ്സിൽ താങ്ങാനുള്ള ശക്തിയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക്, പക്ഷേ 10ാം ക്ലാസ്സിൻ്റെ സഹനമായിരിക്കും ചിലപ്പോൾ ചിലർക്ക് കിട്ടുന്നത്. ഈശോയെ ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് ഇത്രയും വലുതൊന്നും തരാതെ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിഷ്കളങ്കമായിട്ട് പറയും. പക്ഷേ ഫൗസ്റ്റീനമ്മേനെ പോലെ പറയണം, ഈ സ്കൂളിൽ പഠിക്കണം എന്നാണ് അങ്ങയുടെ ഹിതമെങ്കിൽ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറയാൻ പറ്റിയാൽ ആ സമയം മുതൽ കർത്താവ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും. സഹനം മാറുന്നതല്ല, ഈ സഹനത്തിൽ നീ തളരാതെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സമയം മുതൽ മനസ്സിലാവാൻ തുടങ്ങും. അങ്ങനെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ പലരെയും പിടിച്ചു നിന്നേ? ഈ സങ്കീർത്തനം 108:13 നമ്മൾ വായിച്ച പോലെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. ഫൗസ്റ്റീനാമ്മ പറഞ്ഞതാണ്, നീ കൂടെ ഉണ്ടെങ്കിൽ കർത്താവെ ഞാൻ എന്ത് വേണേലും എന്തിനാണേലും റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? റെഡി അല്ലെങ്കിലും ചിലതൊക്കെ വരും കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നിങ്ങളെ സ്കൂളിൽ പേരൻസ് കൊണ്ട് വിട്ടെ. പോയേ മതിയാവും, അമ്മച്ചി എന്നെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അമ്മച്ചി തിരിഞ്ഞു പോവുകയുള്ളൂ. നമ്മൾ തന്നെ ആ ക്ലാസ്സിൽ LKG ഈ കൂട്ടി വായിക്കേണ്ടി വരും. സഹനത്തിൻ്റെ സ്കൂളിൽ ചേർന്നിട്ടുണ്ട്. ഒറ്റ കാര്യം തീരുമാനിച്ചേക്കുക, ഇത് മാറുകയല്ലാത്ത സഹനങ്ങളുണ്ടാകും, ഇല്ലെങ്കിൽ ഇത് നമ്മളെ ഇട്ട് ഉരുക്കുന്ന ചില സഹനങ്ങളുണ്ടാകും. കർത്താവിനോട് പറഞ്ഞേക്കുക, കർത്താവേ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ധീരമായി പൊരുതും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ തുടർച്ച ശ്രദ്ധിച്ചേ, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മുമ്പിലെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചവർ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഏറ്റവും വലിയ ശത്രു ആരാണ്? പിശാചാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? അതായത് ഇപ്പോൾ ഇത് രോഗം വരുന്നു, നമുക്ക് അതിനെ ശത്രുവായിട്ട് കാണാം. എൻ്റെ ആരോഗ്യത്തിൻ്റെ ശത്രുവാണ് എൻ്റെ രോഗം, ശരിയാണോ? എൻ്റെ നല്ല ജീവിതത്തിൻ്റെ ഒരു ശത്രുവാണ് എൻ്റെ കടം. എൻ്റെ നല്ല ജീവിതത്തിൻ്റെ ഒരു ശത്രുവാണ് എനിക്കെതിരെ വരുന്ന ദുരാരോപണങ്ങൾ. ഇതെല്ലാം എൻ്റെ ശത്രുക്കളാണ്. പക്ഷെ നോക്ക്, ഈ കടത്തെയും ഈ രോഗത്തെയും ഈ ദുരാരോപണത്തെയും പിശാചിന് ഒരായുധമാക്കി മാറ്റി നിന്നെ തകർക്കാൻ പറ്റും. പിടികിട്ടുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വണ്ടേക്ക് നമ്മൾ പറഞ്ഞിരുന്നു, പിശാചിൻ്റെ ഏറ്റവും വലിയ മൂർച്ചയേറിയ എന്നാൽ രഹസ്യമായ ഒരു ആയുധമാണ് നിരാശ. കടം വരാം, രോഗം വരാം, സങ്കടം വരാം, പരാജയം വരാം. പക്ഷേ ഈ കടത്തെയും രോഗത്തെയും പരാജയത്തെയും സങ്കടത്തെയും എല്ലാം നിരാശ എന്ന ഒരു മരുന്ന് കുത്തിക്കയറ്റി പിശാച് നമുക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റും. നമ്മൾ തളരും. നമുക്ക്, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ നിരാശ പിശാച് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, എത്ര വലിയ മനുഷ്യനും പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. ശരിയാണോ? പരാജയമില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, രോഗങ്ങളില്ലാത്തവരില്ല. പക്ഷേ ഇതിനെല്ലാം തിന്മ നമുക്കെതിരെയുള്ള ആയുധങ്ങളാക്കി മാറ്റും. ആ തിന്മയെ ചെറുക്കണമെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധീരമായി പൊരുതാൻ പറ്റും. ഈ ശത്രുവിനെയും ചവിട്ടി മെതിക്കുന്നത് ആരാണ്? കർത്താവാണ്. നമ്മൾ കൂടെ നിന്നാൽ നമ്മുടെ ശത്രുക്കളെ കർത്താവ് ചവിട്ടി മെതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് ശരിക്കും അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, ഉടനെ ഇപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി വരാൻ നിൽക്കണ്ട. അച്ഛൻ അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ്. കോമൺ ആയിട്ട് പറഞ്ഞാൽ അല്ല, നിങ്ങൾ ഓടണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഈശോ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ സാത്താനെതിരെ പ്രവർത്തിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, ഞാനൊരു എക്സോസിസ്റ്റ് ഒന്നും അല്ലോ, ഞാനൊരു ഭൂതോച്ചാടകയൊന്നും അല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ഉള്ള ഒരു ദൗത്യമാണ് പിശാചിനെ പുറത്താക്കാൻ. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തള്ളി ഞെട്ടിയൊന്നും വരണ്ട. കർത്താവേ എനിക്ക് അത്രയും വലിയ കൃപയോ? നിങ്ങൾ അച്ഛന്മാരെയൊക്കെ കണ്ടിട്ട് പോയി ചോദിക്കില്ലേ, അച്ഛൻ എന്നാ വരവുള്ളേ, അച്ഛൻ എന്നാ വരവുള്ള അച്ഛന്മാരുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരവുള്ള അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും പ്രദേശവും തപ്പി നിങ്ങൾ നടക്കണ്ട. വലിയ വരം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ച ഉടനെ തിന്മയെ ചെറുക്കാൻ, തിന്മയെ ബഹിഷ്കരിക്കാൻ, തിന്മയെ പുറത്താക്കാൻ ഒരു കൃപ കൂടി പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.
വിശ്വാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ പ്രവർത്തിക്കാം? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, കൊടുമ്പാവിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുറവുകൾ പിശാചിന് കയറി കളിക്കാനുള്ള ഒരു ആയുധം മാത്രമല്ല, നമ്മുടെ കുറവുകൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും കൂടിയാണ്. ഇത് മനസ്സിൽ സൂക്ഷിച്ചോണം കേട്ടോ. എനിക്ക് കുറവുണ്ട്, നിങ്ങൾക്ക് കുറവുണ്ട്. ആ കുറവ് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടാൽ അത് പിശാചിനുള്ള ഒരു ആയുധമായിട്ട് മാറും. എന്നാൽ ആ കുറവിനെ നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുത്താൽ പരിശുദ്ധാത്മാവ് അത് അഭിഷേകത്തിനുള്ള വഴികളാക്കി മാറ്റും, എടുത്തുപയോഗിക്കും. എനിക്ക് ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കും. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, കർത്താവ് എനിക്ക് ഒത്തിരി കുറവുണ്ട്. ഈശോ തിരിച്ചു പറഞ്ഞു, നിന്റെ കുറവ് അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ മതി നിനക്ക്. പൗലോസ്ലീഹ ആ ബോധ്യത്തിലാണ് പറയുന്നത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും ശക്തനാകുന്നു. കാരണം ഇപ്പം പ്രവർത്തിക്കുന്ന ഞാനല്ല, ആരാണ്? ഈശോയാണ്. സങ്കീർത്തനം 108:13, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. എങ്ങനെ? ആരോടും പ്രാർത്ഥന ചോദിക്കാൻ പോകണ്ടെന്നല്ല, നിങ്ങൾ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. വീട്ടിലൊരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, പ്രൈവറ്റ് ലൈഫിൽ ഒരു പ്രശ്നമുണ്ട്, ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് ഈ തിന്മയെ, ഈ ശത്രുവിനെ ചവിട്ടി മെതിക്കണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നന്നായിട്ട് മനസ്സിലായി. സഭയിൽ ഈ എക്സോസിസം, ഡെലിവറൻസ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് പലർക്കും പിടികിട്ടുന്നില്ല. ഈ എക്സോസിസം ചെയ്യാൻ വേണ്ടിയിട്ട് സഭ എല്ലാവർക്കും അധികാരം കൊടുത്തിട്ടില്ല, അനുവാദം കൊടുത്തിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട, പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ചില ആളുകൾക്ക് മാത്രമാണ് ഒരു കൃപാവരത്തോടുകൂടി സഭ ഒരു അനുവാദം കൊടുക്കുന്നത്. എന്നാൽ ഡെലിവറൻസ്, ബഹിഷ്കരണം നടത്താൻ, പിശാചിനെ പുറത്താക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ നിങ്ങൾക്ക് എല്ലാവർക്കും അധികാരം തന്നിട്ടുണ്ട്. എപ്പോൾ? ഈശോ അധികാരം തന്നിട്ടുണ്ട്. എപ്പോൾ? മാമോദീസ മുങ്ങിയ ഒരു വ്യക്തിയുടെ മേൽ ഈ സുവിശേഷം പ്രഘോഷിക്കാനും ആ വചനം പറഞ്ഞ് പിശാചിനെ ചെറുക്കാനും അത് അവസാനം വരെ ചേർത്ത് നിൽക്കാനുള്ള ഒരു ദൗത്യവും ഉത്തരവാദിത്വവും ദൈവാത്മാവ് ദൈവമക്കൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് തമ്മിലുള്ള വ്യത്യാസം പിടികിട്ടണം കേട്ടോ. എക്സോസിസം, ഭൂതോച്ചാടനവും ഒപ്പം തന്നെ ഡെലിവറൻസ്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആ തിന്മ, ആ ശത്രുവിനെ മാറിക്കിട്ടാൻ, ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഒരു തിന്മയുടെ പ്രവൃത്തിയായിരിക്കാം, ഒരു ദുശീലമായിരിക്കാം, അത് പുറത്താകാൻ വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യണം. ചേർന്ന് പറയാം ഹല്ലേലൂയ. നമ്മളിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കുമ്പസാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പാപം, കുമ്പസാര രഹസ്യം പുറത്ത് പറയാൻ പാടില്ല, എൻ്റെ രഹസ്യം ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ കുമ്പസാരത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പാപം ദേഷ്യത്തെക്കുറിച്ചാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള പാപം അതാണ്, ആവർത്തിച്ചുള്ള പാപം. ആവർത്തിച്ചു എന്ന് മാത്രമല്ല, കുമ്പസാരത്തിൽ ഇത് തന്നെ പറഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ട്. ഒട്ടും നന്നാവില്ലെന്ന് ചിലപ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ്റെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നത്തില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേഷ്യം മാറാൻ. അല്ലെ നിങ്ങളുടെ ഒരു ദുശീലം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവ രീതി, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പുറത്താക്കുകയും കൂടെ വേണം. ആര് പുറത്താക്കണം? ഈ ദേഷ്യത്തിൻ്റെ ദുരാത്മാവിനെ ആര് പുറത്താക്കണം? നമ്മൾ പറഞ്ഞ് പുറത്താക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചിലതിങ്ങനെ അള്ളി നിൽക്കും. അതിൻ്റെ പവർ കുറച്ച് പറഞ്ഞു. ഈ നീരാളിപ്പിടുത്തമില്ലേ, നീരാളിക്ക് എത്ര കാലമുണ്ട്? 8 കാലിക്ക് എത്ര കാലമുണ്ട്? 8 ആണോ? 16 എണ്ണമുള്ളതൊക്കെ ഉണ്ട്. അത് ഓരോ കാലും പറിച്ച് കളയണം. കിട്ടുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ദേഷ്യം മാറണമെന്നില്ല, ഒറ്റ ദിവസം കൊണ്ട് ചീത്ത സ്വഭാവങ്ങൾ മാറണമെന്നില്ല. ഓരോ ദിവസവും ഈ കാല് പറിച്ച് കളഞ്ഞാൽ ഒരു ദിവസം ഈ തിന്മയുടെ പിടുത്തം പൂർണ്ണമായിട്ട് നമ്മളിന്ന് വിട്ടുമാറും. 2 കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സഹായം എവിടെ നിന്നാണ്? നമുക്ക് സഹായം എവിടെ നിന്നാണ്? കർത്താവിൽ നിന്നാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ധീരമായി പൊരുതും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ നിരന്തരമായിട്ട് നമ്മൾ ആത്മാവിൽ നിറഞ്ഞു നിൽക്കണം. നമ്മൾ ഈ നോമ്പുകാലത്തൊക്കെ പ്രത്യേകിച്ച് വായിച്ച ഒരു വായനയായിരിക്കും. നിങ്ങൾ ഓർക്കുന്നില്ലേ? ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഈശോ മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ കഴിയുന്ന ഒരു സമയം. ലൂക്കാ 4:13 എന്നെടുക്കാവോ? അറിയാവുന്നൊരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത 1 മണിക്കൂറത്തേക്ക് ചുമയ്ക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളല്ല, ഞാൻ. എന്തോ കാരുണ്യത്തിൽ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ചുമ തുടങ്ങിയിട്ടില്ല. ഒരാഴ്ചയായിട്ട് തുടങ്ങിയ ചുമയാണ്, ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോൾ കയറുന്നതിന് മുമ്പ് വരെ ചുമച്ചിരുന്നു. ആയുധമായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ആയുധം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഒന്ന് ചുമച്ച് തുടങ്ങിയാൽ മതി, പിന്നെയുള്ള ശുശ്രൂഷ മുഴുവൻ ഖോ എന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. മാറുന്നില്ല, എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ സൂക്ഷിച്ചോട്ടോ. കൊറോണയുടെ ഏതോ ചെറിയ വേരിയൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അതിങ്ങനെ ശക്തമായ ചുമയിലൂടെയാണ് അത്ര പ്രകടമാകുന്നത്. അയ്യോ, നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആരും എന്നെ കാണാൻ വരണ്ട. മരുന്നവരൊക്കെ പെട്ടെന്ന് വെക്കും. അനുഗ്രഹം കിട്ടും, ഒപ്പം തന്നെ ചുമയും കിട്ടും. ചേർന്ന് തന്നെ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഈശോയുടെ പ്രലോഭനത്തെക്കുറിച്ചാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. അതിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് കരുതുക. 4:13 എല്ലാവരും ചേർന്ന് വായിച്ചേ. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നിങ്ങളെ വചനം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ചു. എത്ര തവണ പ്രലോഭിപ്പിച്ചു ഈശോയെ?
3 തവണ. അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രലോഭനമൊന്നും ഉണ്ടായില്ല ഈശോയ്ക്ക്. ഉണ്ടായി, ഒത്തിരി പ്രലോഭനങ്ങളുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും പിശാച് നമ്മളെ വിട്ടു പോകാൻ പോകുന്നില്ല. സന്തോഷമായില്ലേ? നിങ്ങൾക്ക് ഭയങ്കര സങ്കടമല്ലേ? എൻ്റെ കൂടെ ആരുമില്ല, എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, പിശാച് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. മുഖമൊക്കെ തെളിഞ്ഞല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. ഒരു ഡെലിവറൻസ് പ്രേയർ നടത്തി, ഒരു ബഹിഷ്കരണ പ്രാർത്ഥന നടത്തി, നമ്മളൊന്ന് കുമ്പസാരിച്ചു, കൂദാശകൾ സ്വീകരിച്ചു. നിങ്ങൾ ചിന്തിക്കില്ല, പിശാച് എന്നേക്കുമായിട്ട് നിങ്ങളെ വെറുത്ത് ഉപേക്ഷിച്ചൊന്ന്. അവൻ തേക്കൂല, അവൻ വിശ്വാസവഞ്ചകനല്ല, അവൻ ചേർന്ന് നിൽക്കും നിങ്ങളോട്. സന്തോഷമായി. നാട്ടുകാർ പറ്റിക്കും, നാട്ടുകാർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പക്ഷേ പിശാച് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞല്ല, സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കും, ഒരവസരത്തിന് വേണ്ടി. ആ വചനം നന്നായിട്ട് മനസ്സിലാക്കുക. പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച്, ഓക്കെ, ഫുൾ സ്റ്റോപ്പ് അല്ല, പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് പിശാച് അവനെ വിട്ടുപോയി. എത്ര കാലത്തേക്ക്? നിശ്ചിത കാലത്തേക്ക്. നല്ലൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയുണ്ട്, മറ്റൊരവസരം കാത്ത് അവൻ മാറി നിന്നു. കേട്ടുന്നുണ്ടോ? മറ്റൊരവസരം കാത്തവൻ മാറി നിന്നു. ഇത് നമ്മുടെയും ജീവിതത്തിലുണ്ട്. നിങ്ങളൊരു ധ്യാനം കൂടുന്നു, വചനം കേൾക്കുന്നു, കുമ്പസാരിക്കുന്നു, തിന്മയെ ചെറുക്കുന്നു, തിന്മയെ തള്ളിപ്പറയുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ദുശീലത്തെ മാറ്റിയെടുക്കുന്നു. പിശാച് നിങ്ങളെ വിട്ടുപോയി. എത്ര കാലത്തേക്ക്? നിശ്ചിത കാലത്തേക്ക്. ആ ഒരു കുഞ്ഞ് ഓപ്പണിങ് കിട്ടിയാൽ അവൻ പിന്നെ വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ വലിയ തീരുമാനങ്ങൾ എടുത്തു. നിങ്ങളുടെ വ്യക്തിജീവൻ നോക്ക്, എൻ്റെ നമ്മളെല്ലാവരുടെയും വ്യക്തിജീവൻ. നമ്മൾ നല്ല തീരുമാനം എടുത്തു, ഒരു ധ്യാനമൊക്കെ കൂടി ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ പിന്നെയും പഴയ മണ്ടത്തരങ്ങളിലേക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? പഴയ പോലെ തന്നെ പിന്നെയും പ്രാർത്ഥനയൊന്നും ഇല്ല, പഴയ പോലെ അത്ര വിശുദ്ധി ഇല്ല. എന്നെ സംഭവിക്കുന്നത്? പിശാച് മാറി നിന്നു. നിങ്ങളൊരു ധ്യാനം കൂടിയപ്പോൾ, വചനം കേട്ടപ്പോൾ, കുമ്പസാരിച്ചപ്പോൾ. എത്ര കാലത്തേക്ക്? നിശ്ചിത കാലത്തേക്ക്. അപ്പം എന്നാ ചെയ്യണം? നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളോട് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരൊക്കെ പറയില്ലേ, എപ്പോഴും പ്രാർത്ഥിക്കണേ. കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എനിക്കും ദേഷ്യം വരാറുണ്ട്. എൻ്റെ അമ്മ എന്നെ എപ്പോൾ വിളിച്ചാലും, ഇന്ന് ആരാധനയ്ക്ക് ഇരുന്നായിരുന്നോ? ഞാൻ പറഞ്ഞ, അമ്മ ഇന്നും ഇരുന്നമ്മേ എന്നും ചോദിക്കാതമ്മേ, എന്നാലും ചോദിക്കും. ഈ അമ്മമാരുടെ ഒരു സ്വഭാവമാണുള്ളത് അല്ലേ? പക്ഷെ നല്ലതാണ്. കുറച്ച് കഴിയുമ്പോൾ മിസ്സാവും അല്ലേ? ഇങ്ങനെ പറയാൻ ഒരാളില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടും. പ്രാർത്ഥിക്കാൻ പറയാനും, മോനെ നേരെ വഴിക്ക് വാ, മോളെ നേരെ വഴിക്ക് വാ എന്ന് പറയാൻ ഒരാളില്ലാത്തപ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടപ്പെടും. ഇപ്പോൾ ദേഷ്യമായിരിക്കും. അമ്മ ഞാൻ ഇരുന്നമ്മേ വന്ന് കാണ്, വീഡിയോ എടുത്ത് അയച്ചു തരണോ ആരാധനയ്ക്ക് ഇരിക്കുന്നതിൻ്റെ? അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളെക്കാട്ടും തല്ലിപ്പൊളിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയും, ചിലപ്പോൾ അച്ഛന്മാർ പറയും, നമ്മുടെ ധ്യാനഗുരുക്കന്മാർ പറയും, പ്രാർത്ഥിക്കും, നിരന്തരം പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയോ? എനിക്ക് ആ കടം മാറിക്കിട്ടണം, എനിക്ക് ആ ജോലി കിട്ടണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല പറയണേ. നിരന്തരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ നിശ്ചിത കാലത്തേക്ക് മാറി നിന്നവൻ പെട്ടെന്ന് കയറി വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുന്ന അവസരങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒറ്റ ദിവസം മുടങ്ങിയാൽ മതി, പിന്നെ 1.5 ആഴ്ച കഴിഞ്ഞാലേ മിക്കവാറും വീണ്ടും തുടങ്ങത്തുള്ളൂ. അവനകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. ചില ദുശീലങ്ങൾ, നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ ചില ദുശീലങ്ങൾ ഒറ്റ തവണയും കൂടെ ചെയ്ത് നോക്കിയേ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത് നമുക്ക് കുഴപ്പം. ഒരു ചെറിയ വാതിൽ, ഒരു ചെറിയ പഴുതിട്ട് കൊടുത്താൽ മതി, നിശ്ചിത കാലത്തേക്ക് പോയവൻ തിരിച്ചു വരും. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം, നിരന്തരം ജാഗരൂകതയിലായിരിക്കണം. പേടിച്ചിരിക്കാനല്ല പറയണേ, നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചിന്തിക്കല്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പിശാച് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? എന്നെ പിശാച് പിടിച്ചിട്ടിരിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കുടുംബത്തിലെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. ഇക്കാര്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പിശാചിൻ്റെ ഒരു സാമീപ്യം കാണുന്നുണ്ടാവില്ല, പക്ഷേ കുടുംബത്തിൽ അനൈക്യമുണ്ടോ? ചില വഴികൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണോ? തിന്മ പ്രവർത്തിക്കില്ലേ? ശരിയാണോ? തിന്മ പ്രവർത്തിക്കുക. അത് മാറണമെങ്കിൽ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരാളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു, അവിടെ എഴുതി കൊടുത്തു, എന്നിട്ട് നിങ്ങൾ കൈ കെട്ടിയിരിക്കല്. യുദ്ധം നിരന്തരമാണ്. അവൻ മാറി നിൽക്കുന്നു, അവൻ ചുമ്മാ ഇരിക്കുകയല്ല, അടങ്ങിയിരിക്കുകയല്ല, അവൻ യുദ്ധത്തിലാണ്. അതുകൊണ്ട് നമ്മളും നിരന്തരം ജാഗരൂകരായിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. എഫേസോസ് ലേഖനം 6-ാം അധ്യായം എടുക്കാമോ? അറിയാവുന്ന വചനങ്ങളാണ്. എഫേസോസ് ലേഖനത്തിൽ 6-ാം അധ്യായം. അത് എപ്പോഴും കർത്താവിൻ്റെ ആയുധങ്ങളൊക്കെ ധരിച്ച് നിൽക്കണമെന്ന് പൗലോസ്ലീഹ പറയാണ്. ഒരു ദിവസത്തേക്കല്ല, ഒറ്റ ദിവസം കൊണ്ടൊരു യുദ്ധം അവസാനിച്ചു മാറി നിൽക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഉദാഹരണം തോന്നുന്നു. ഇപ്പം 2 രാജ്യങ്ങൾ തമ്മിലൊരു ശത്രുതയുണ്ടെന്ന് വിചാരിക്കുക. ഒരു യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ പടക്കോപ്പുകളൊക്കെ മ്യൂസിയത്തിൽ വെച്ച് അടച്ചു വെക്കുകയാണോ? അല്ല. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളുണ്ടായി, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞു, എത്രയോ നാളുകൾക്ക് മുമ്പ് കാർഗിൽ യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പട്ടാളക്കാരോ അവരുടെ പട്ടാളക്കാരോ കൈയും കെട്ടിയിരിക്കുകയാണോ? അല്ല, നിരന്തരം ജാഗരൂകരായി ഇരിക്കുകയാണ്. ഇതേ അവസ്ഥയാണ്. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ,
ഒരു അസ്വസ്ഥതയുണ്ടായി, അത് മാറി കൈയും കെട്ടിരിക്കുകയല്ല, നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. എപ്പോഴും കർത്താവിൻ്റെ ആത്മീയ ആയുധങ്ങൾ ധരിച്ചിരിക്കണം. ചേർന്ന് പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എഫെസൂസ് ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. നല്ല ഉറക്കെ വായിച്ച് അറിയാവുന്ന വചനമാണ്, അടയാളപ്പെടുത്തിയിട്ടു. 6:10 അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. എന്ന് വെച്ചാൽ നല്ല ധൈര്യത്തോടു കൂടി ആയിരിക്കണം, ശക്തിയിലായിരിക്കണം, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ആരിൽ? നമ്മുടെ ബലമല്ല. നമ്മുടെ ബലം നമ്മൾ കണ്ടതാണ്. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും തീരുമാനം എടുക്കുന്നു, കർത്താവേ ഇനി മേലാൽ ഞാനാണേ, നീയാണേ, നമ്മളാണേ ഒരു തെറ്റും ഞാൻ ചെയ്യത്തില്ല. എന്നിട്ട് എന്നാ ചെയ്യും? അപ്പം തന്നെ അടുത്ത തെറ്റ് ചെയ്യും. നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാനല്ല പറയുന്നത്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കും. നമ്മുടെ തീരുമാനങ്ങളോ നമ്മുടെ ഒറ്റ കാര്യങ്ങളോ അല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കർത്താവിൽ ശക്തിപ്പെട്ടാൽ തിന്മയെ ചെറുക്കാൻ നമുക്ക് സാധിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്ന് വെച്ചാൽ സാത്താൻ ഒരു ദിവസം കുടിലതന്ത്രം നടത്തി നിങ്ങളതിനെ തോൽപ്പിച്ചു എന്നല്ല പറയണത്. നിരന്തരം ഈ യുദ്ധം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കണം. എന്തൊക്കെ ആയുധങ്ങളാണ്? ആയുധങ്ങളെക്കുറിച്ചുള്ള യുദ്ധത്തെക്കുറിച്ച് അടുത്ത വചനം വായിച്ചേ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായാണ് പടവെട്ടുന്നത്. നമ്മുടെ യുദ്ധം ആർക്കെതിരെയാണെന്ന് മനസ്സിലായില്ലേ? ശത്രു ക്ലിയറാണ്. തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് നമ്മൾ പടവെട്ടുന്നത് എന്ന് 10 വർഷം മുമ്പല്ല, ഇന്നലെയല്ല, എന്നും ഈ യുദ്ധമുന്നണിയിലാണ് നമ്മൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത വചനം വായിച്ചോ. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. സോ എന്തിനാ ഈ ആയുധങ്ങൾ ധരിക്കുക? എന്തിനാ വിശുദ്ധിയിൽ നിൽക്കുക? ആ ആയുധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? പടത്തൊപ്പി, വാള്, പരിച, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് എല്ലാം ധരിച്ച് യുദ്ധസന്നദ്ധരായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങൾ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാൻ. പറഞ്ഞേ, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുക. ഇപ്പം യുദ്ധം ചെയ്യുക മാത്രമല്ല, ഒപ്പം തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത് പൂർത്തിയാക്കാൻ നമുക്ക് ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം വേണം. മാമോദീസായിൽ നമ്മുടെ മേൽ ആ വിശുദ്ധ ജലത്താൽ നമ്മൾ തളിക്കപ്പെട്ടു, അഭിഷേക തൈലത്താൽ നമ്മൾ മുദ്രണം ചെയ്യപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരായുധം കൂടെ കർത്താവ് തന്നേക്കാണ് തിന്മയെ ചെറുക്കാൻ. മാമോദീസ സ്വീകരിച്ച എല്ലാവരോടും കർത്താവ് പറയുന്നത് എന്താണ്? ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം എന്താണ്? എന്ത് സുവിശേഷം പ്രഘോഷിക്കുന്നത്? ഈശോ എന്ത് സുവിശേഷം പ്രഘോഷിച്ച്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉത്തരം പറ. എന്ത് സുവിശേഷം പ്രഘോഷിച്ച്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ദൈവരാജ്യം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റൊരു രാജ്യം ഇനി ഉണ്ടാവരുത്. ഏത് രാജ്യം? തിന്മയുടെ രാജ്യം ഉണ്ടാവരുത്. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യം നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിതാ ചുമ്മാ ഇങ്ങനെ വായും കൊണ്ട് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. തിന്മയുടെ രാജ്യത്തെ തകർക്കാൻ നിങ്ങൾ ഈ ദൈവരാജ്യത്തിൻ്റെ കൂടെ നിന്ന് പടയാളികളായി മുന്നോട്ടിറങ്ങുകയും കൂടെ വേണം. പിടികിട്ടുന്നുണ്ടോ? മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയത് അതാണ്. നമുക്ക് പണ്ട് സഭയിൽ ഇങ്ങനെ അഡൾട്ട് ബാപ്റ്റിസം ചോദിച്ചാൽ കുറച്ചുകൂടെ പ്രായമായിട്ടൊക്കെ ആയിരുന്നു ഈ നമ്മുടെ മാമോദീസ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഇൻഫൻറ്റ് ബാപ്റ്റിസം നമുക്കിപ്പോൾ ഉള്ള പോലെ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്ന ഒരു രീതി പണ്ടില്ലായിരുന്നു. അന്ന് ഈ വലിയവർക്ക് മാമോദീസ കൊടുക്കാൻ വേണ്ടി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളാണ്. നിങ്ങളിതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടാവുന്ന എങ്കിൽ വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. സഭയുടെ പഴയകാല ചരിത്രമൊക്കെ ഓർക്കുമ്പോൾ പിന്നീട് പല മാറ്റങ്ങൾ വന്ന് ഇതെല്ലാം മാറി. ഒരു മാമോദീസായ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ സഭ ഒരുക്കിക്കൊണ്ടിരുന്നത് നീണ്ട കാലത്തെ പരിശീലനത്തിന് ശേഷമാണ്. നമുക്കിപ്പോൾ വിവാഹത്തിന് മുമ്പ് ഒരു മാരേജ് ഗൈഡൻസ് കോഴ്സൊക്കെ ഇല്ലേ? ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ 1 മാസത്തെ ഒരു ശുശ്രൂഷ ഒരുക്കങ്ങളൊക്കെ ഇല്ലേ? അതുപോലെ മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി സഭയിൽ ഒരു കാലത്ത് മാസങ്ങളോളം ദൈവജനത്തെ ഒരുക്കിയിരുന്നു. ഒരുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരിറങ്ങാൻ പോകുന്നത് ഒരു യുദ്ധത്തിലേക്കാണെന്ന് സഭയ്ക്ക് അറിയാമായിരുന്നു, പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. അതിനുവേണ്ടി അങ്ങനെ ഒരു ഒരുക്കമാണ് മാമോദീസയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ മാമോദീസ മുക്കുന്ന രീതിയാണ്. ഒന്ന് ഓർത്തേക്കണം, ആ കുഞ്ഞുങ്ങൾ ഒരുങ്ങുന്നില്ല, ആ കുഞ്ഞുങ്ങൾക്കറിയില്ല. പകരം ആര് നന്നായിട്ട് ഒരുങ്ങണം? യുദ്ധത്തിലേക്ക് തൻ്റെ മകളെ കൈപിടിച്ച് നടത്താൻ വേണ്ടി പോവാണ്. ആരൊരുങ്ങണം ശരിക്കും? മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും അത്ര ഒരുക്കത്തോടു കൂടി ആയിരിക്കണം ഈ മാമോദീസയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്.
ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായിട്ടുള്ളവർ കയർത്തോ? ആരുടെയെങ്കിലുമൊക്കെ ആയിട്ടുള്ളവർ എന്നിട്ട് ബുക്ക് നിങ്ങളിങ്ങനെ കൈപ്പിടിച്ച ആ കുഞ്ഞിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? ആ ഉണ്ടോ? ഇപ്പം എവിടാ? കോട്ടയത്തോ? കൈതാത്തിയിട്ട് നിങ്ങൾക്കിത് അറിയാൻ തോന്നുന്നു. സഭയിൽ അങ്ങനെ ഒരു കുഞ്ഞ് മാമോദിസ മുങ്ങുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ഒപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ അവസാനം വരെ അതിൻ്റെ ആത്മീയ സ്ഥിതി അന്വേഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജന്മം നൽകിയ അപ്പനും അമ്മയ്ക്കല്ല, ആത്മീയ ജന്മം നൽകിയ അതിന് കാരണമായ കയ്യിലെടുത്ത് പിടിച്ച ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ആ കൈ പിടിച്ച ആ കൊച്ച് വഴിതെറ്റിപ്പോയാൽ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ആർക്കാണെന്നറിയോ? കൈപ്പൊക്കിയ നല്ല മനുഷ്യരെ നിങ്ങൾക്ക്. അതുകൊണ്ട് ആ കൊച്ചിനെ അന്വേഷിച്ചോണം ഇടയ്ക്ക് കേട്ടോ. ആ കൊച്ചു ചിലപ്പോൾ മുട്ടാളത്തിയൊക്കെ ആയി കാണും, പക്ഷെ അന്വേഷിച്ചോണം. അവരുടെ ആത്മീയ സ്ഥിതി അന്വേഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. മാമോദിസ സ്വീകരിച്ച് ഇറങ്ങിയ നമ്മൾ ദൈവരാജ്യം പ്രഘോഷിക്കുന്നതോടൊപ്പം തന്നെ തിന്മയുടെ രാജ്യത്തെ ചെറുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എഫേസ്യോസ് ലേഖനം തന്നെ ഒന്ന് എടുക്കാം. 6-ാമത്തെ അധ്യായത്തിലാണ് ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുക. 14 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ 13 വരെയുള്ളത് വായിച്ചു. അത് നിങ്ങൾ ഒത്തിരി തവണ വായിച്ചാണെങ്കിൽ ഒരു റിപ്പീറ്റേഷൻ്റെ ബോർഡൊന്നും വരണ്ട കേട്ടോ. കർത്താവിൻ്റെ വചനമാണ്. നമ്മളത് എപ്പോഴും ആവർത്തിച്ച് വായിക്കുകയും ഓർമ്മയിലുണ്ടായിരിക്കുകയും ചെയ്യണം. ഇതൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ലൂപ്പ് ഹോൾ കിട്ടിയാൽ മതി, തിന്മ നമ്മളെ ആക്രമിക്കും. 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നാണ് പറയുക. ഈശോ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഈശോ സംരക്ഷിക്കുമ്പോൾ ഈശോ പറയുകയാണ് ഈ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കിട്ടുന്നുണ്ടോ? കർത്താവിനെ പൊതിഞ്ഞ് പിടിച്ചോളൂ, എന്നെ ഒരു തിന്മയും തൊടത്തില്ല, അങ്ങനെ പിശാച് വരുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിന്നാൽ യുദ്ധത്തിൻ്റെ മുമ്പിലേക്ക് പരിചയം വാളും ഇല്ലാണ്ട് പോയ പോലെ ആയിരിക്കും. കഷ്ണമായിട്ട് വിടും. നമുക്ക് വെറുതെ പോയിട്ട് പണി മേടിച്ചുകൊണ്ടിരിക്കില്ലേ? കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാൻ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ചിന്തിക്കില്ല, അച്ഛൻ യുദ്ധത്തിലാണ്, സുവിശേഷ പ്രഘോഷകനാണ്, ആ സിസ്റ്റർ യുദ്ധത്തിലാണ്, മിനിസ്ട്രിക്ക് ഇറങ്ങി. ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ആത്മീയ യുദ്ധത്തിലാണ്. കിട്ടുന്നുണ്ടോ? പണി കിട്ടുന്നുണ്ടോന്നല്ല ഞാൻ പറയുന്നത്, പിടി കിട്ടുന്നുണ്ടോ? പണി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ യുദ്ധമുന്നണിയിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ വേറെ ആരും നമുക്ക് വേണ്ടി പരിചയം പിടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വാള് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ ഈ പരിചയം ഉണ്ടായിരിക്കണം, പടത്തൊപ്പി ഉണ്ടായിരിക്കണം, ഷൂസും ഉണ്ടായിരിക്കണം. എപ്പോഴും റെഡിയായിട്ട് യുദ്ധത്തിൽ നിൽക്കണം. കാരണം ചെറിയ യുദ്ധത്തിലല്ല, മനുഷ്യർക്കെതിരെ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, ആത്മീയ യുദ്ധമാണ്. ദുരാത്മാക്കൾക്കെതിരെ, പിശാചിനെതിരെ ഒരു യുദ്ധത്തിലാണ് നമ്മൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് പൗലോസ്ലീഹ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ദുർഗമമായ കോട്ടകൾ. എന്ന് വെച്ചാൽ നമുക്കിത് തകർക്കാൻ പറ്റിയാലും തോന്നുന്ന കോട്ടകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് കേട്ടോ. വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഒത്തിരി ധ്യാനങ്ങൾ കൂടി, ഒത്തിരി പ്രാർത്ഥിച്ചു, കുറേ പേരുടെ അടുത്ത് പോയിട്ട് തലയിൽ കൈവപ്പ് പ്രാർത്ഥനയൊക്കെ കിട്ടി, പക്ഷേ പ്രശ്നം മാറുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല, അവർ ഡെലിവറൻസ് പ്രയർ ചൊല്ലിയതുകൊണ്ടായില്ല. നിങ്ങളാണ് യുദ്ധത്തിൽ സാത്താൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചയാളെ അല്ല, പ്രാർത്ഥന കിട്ടിയ നിന്നെയാണ്. അങ്ങനെയെങ്കിൽ നീ തന്നെ യുദ്ധസന്നദ്ധൻ ആയിരിക്കണം. നമ്മളതിനെ വെറുതെ ലൈറ്റായിട്ട് ചിന്തിക്കരുത്. ഈ പ്രശ്നം മാറുന്നില്ലോ, സങ്കടം മാറുന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം നിരന്തരം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം എടുക്കാം. 10-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. 2 കൊരിന്തോസ് 10:4. പൗലോസ്ലീഹ അവിടെയാണ് ഈ ആത്മീയ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം പൗലോസ്ലീഹ പറയുന്ന സുന്ദരമായൊരു കാര്യമാണ്. 2 കൊരിന്തോസ് 10:4. ഞങ്ങൾ ജഡിക പോരാട്ടമല്ല നടത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യം. 10:4 വായിച്ചേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമമായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ യുദ്ധം ഇങ്ങനെ മാനുഷികമായ യുദ്ധമല്ല, ഞങ്ങളുടെ ആയുധങ്ങളും മാനുഷികമല്ല, ആത്മീയ ആയുധങ്ങളാണ്. ഏതാണ് ആയുധങ്ങൾ? നമ്മളിപ്പോൾ വായിച്ചു, എഫേസ്യർ
13 മുതലുള്ള വാക്യങ്ങളിൽ ഈ ആയുധങ്ങൾ ഞങ്ങൾ ധരിക്കുന്നു. എന്തിനാണ്? ദുർഗമമായ കോട്ടകൾ കീഴടക്കാൻ. എന്ന് വെച്ചാൽ ഈ പിശാച് ഒരുക്കിയിരിക്കുന്ന ഈ ബ്ലോക്കുകൾ, ഈ സങ്കടങ്ങൾ, ഇതിനെല്ലാം അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തമായ ആയുധങ്ങൾ വേണം. അത് ശക്തമാണ്. കാരണം ഇത് ആര് തരുന്നതാണ്? കർത്താവ് തരുന്ന ആയുധങ്ങൾ, പരിശുദ്ധാത്മാവ് തരുന്ന ആയുധങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ വചനഭാഗം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം ഈശോ ഇങ്ങനെ 72 പേരെ അയക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം പറയുന്നൊരു കാര്യമില്ലേ, നിങ്ങൾ വടി എടുക്കണ്ട, കുട എടുക്കണ്ട, പിന്നെ എന്നൊക്കെ എടുക്കണ്ട, സഞ്ചിയൊന്നും വേണ്ട, നിങ്ങൾ പൊക്കോളാൻ പറയാം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങളിതൊന്നും എടുക്കണ്ടെന്ന് ഈശോ പറയാം. അപ്പം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അച്ഛൻ എന്തിനാ 2 ലോഹ, 1 ലോഹ മതി എന്നല്ലേ ഈശോ പറഞ്ഞേ? അച്ഛൻ നടന്നു പോയപ്പോരെ, എന്തിനാ കാറിന് പോണേ? പക്ഷെ നിങ്ങൾക്ക് സമയത്തിന് അച്ഛൻ അവിടെ എത്തുകയും വേണം അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കിയേക്കുക. ഈശോ പറയുന്നുണ്ട്, നീ വടി എടുക്കണ്ട, ഈ 2 ഉടുപ്പും എടുക്കണ്ട, ഇതെല്ലാം ആര് തരും? ഈ അയച്ചവൻ ഇതെല്ലാം തരും. നീ ഇതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. നീ ആകുലപ്പെടേണ്ടതും നീ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യത്തിലാണ്, ഈ പുറത്തിട്ടേക്കുന്ന ഈ ഉടുപ്പോ, കാല് സംരക്ഷിക്കുന്ന ചെരുപ്പോ, താങ്ങാൻ നിൽക്കുന്ന വടിയോ, ഇതെല്ലാം ഞാൻ തരും. നീ ധരിക്കേണ്ട ചെരുപ്പുണ്ട്, നീ കരുതേണ്ട വടിയുണ്ട്, നീ ധരിക്കേണ്ട ഉടുപ്പുണ്ട്. അതേതാണ്? പൗലോസ്ലീഹ പറഞ്ഞിരുന്നു, ആത്മീയ ആയുധങ്ങൾ. കേട്ടോ, വടി പിടിച്ചോണ്ടിരുന്നെന്ന് വിചാരിച്ച് പിശാച് തോക്കത്തൊന്നുമില്ല. വലിയൊരു തൊപ്പി ധരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് പിശാച് തോക്കണമെന്നില്ല. ഈ വെള്ളയുടുപ്പിട്ടുണ്ടെന്ന് വിചാരിച്ച് പിശാച് നമ്മുടെ മുമ്പിൽ തോക്കണമെന്നില്ല. ഈ വെള്ളയുടുപ്പിട്ടിട്ട് ഞാൻ ആത്മീയ ആയുധങ്ങൾ എൻ്റെ കയ്യിലില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു പിശാചും തോക്കത്തില്ല. 10-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാവോ? ഒരു കുഞ്ഞു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ സഹായിക്കും തോന്നുന്നു. ലൂക്ക 10 ഈശോ 72 പേരെ അയക്കുന്ന വചനഭാഗമാണ്. എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുപ്പിക്കുകയാണല്ലേ. ഓക്കെ, ലൂക്ക സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ എൻ്റെ 3-4 വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെ അഭിവാദനം ചെയ്യരുത്. മതി, ഇത്രയും കാര്യങ്ങളാണ്. കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുപോയുമില്ല. ഇവർ പോയെടുത്തല്ല ഇവർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? പറ, ഈ ശിഷ്യന്മാർക്ക് കുറവുണ്ടായോ? ഇവരെല്ലാം തിരിച്ചു വന്നു. എങ്ങനെ തിരിച്ചു വന്നു നോക്കിയേ? 10-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം വായിക്കുക. 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങളെയൊക്കെ ഒരു കാര്യത്തിന് അയക്കുമ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ശുശ്രൂഷ ഫീൽഡിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടോ അതിനകത്ത്? ഉണ്ടല്ലേ? ഞങ്ങളുടെ പ്രിയപ്പെട്ട കരിസ്മാറ്റിക്കാരൊക്കെ ഇതിനകത്തുണ്ട്. കർത്താവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, സഭ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഇടവക ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾ എങ്ങനെയാണ് വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്? എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. വേറെ എന്തോരം പേരുണ്ട് കൈയും കെട്ടി നടക്കുന്നത്, ഞാൻ കൈവീശിയല്ല നടക്കുന്നത്, എന്നെ എന്തിനാ ഈ പണി ഏൽപ്പിച്ച്? 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. കാരണം അവർ പോയത് മടിശീലയോ സഞ്ചിയോ ചെരുപ്പിനെയോ ആശ്രയിച്ചല്ല, കർത്താവിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. അവർ തിരിച്ചു വന്ന് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. ഉറക്കെ വായിക്കാം. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. പ്രിയപ്പെട്ട സൗരങ്ങളെ, പിശാച് കീഴ്പ്പെടും. എവിടെ? ഈ സഞ്ചിയിലോട്ടും മടിശീലയിലോട്ടും നോക്കിയിരുന്നാലല്ല, ഭൗതിക കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നാലല്ല. നിങ്ങൾ ആത്മീയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തോ. നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെ തകർക്കാൻ പിശാച് ശ്രമിച്ചാലും കർത്താവ് നിങ്ങൾക്ക് സംരക്ഷണം തന്നുകൊണ്ടിരിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. നമുക്ക് പ്രശ്നം എന്നാ പറ്റുന്നതെന്നറിയോ? നമ്മൾ കൂടുതലും ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റില്ല, ഞാനും ചോദിച്ചിരുന്നു ഭൗതിക കാര്യത്തിന് വേണ്ടി. കർത്താവേ, ഇന്ന് ചുമക്കാണ്ട് ഈ ശുശ്രൂഷ പൂർത്തിയാക്കാൻ കൃപ തരണേ. ഭൗതികമായ കാര്യമാണ്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. തെറ്റുണ്ടോ അതിനകത്ത്? ഇല്ല. പക്ഷെ അതായിരിക്കരുത് ഫോക്കസ്. കർത്താവ് അത് ചെയ്തോളും, കർത്താവ് അത് നടത്തിക്കോളും. 2 ചുമച്ചാലും ജിൻസച്ചാ പിന്നെയും പറയാൻ പറ്റൂന്നേ എന്ന് കർത്താവ് പറഞ്ഞോളും. നീ ഇതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ നോക്കിക്കേ. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലോ, നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഫോക്കസ് എനിക്ക് തോന്നുന്നു കൂടുതലും ഭൗതികമായ കാര്യങ്ങളിലേക്കാണ്. ഈശോ അത് നടത്തിക്കോളും, പക്ഷെ നമുക്ക് അത്ര ഒരു വിശ്വാസം ഇല്ല. അതുകൊണ്ട് കർത്താവിന് ഇത് അറിയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പറയണം, കർത്താവേ 1.5 ലക്ഷം കടം, 1.5 ലക്ഷം കടം. എനിക്കറിയാടപ്പി, എനിക്കറിയാം. കർത്താവ് ഇതെല്ലാം മറന്നുപോയെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിനെ എല്ലാ ആഴ്ചയും പോയിട്ട് ഓയ് പ്ലീസ് ഇങ്ങനെ കുത്തി നോയിച്ചുകൊണ്ടിരിക്കാം. ഈശോ പറയണേ, എനിക്കറിയാം. നീ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ആത്മീയ കാര്യങ്ങൾ. ഒരു യുദ്ധത്തിലാണ്. ആ ആയുധങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് വളരെ പ്രധാനമായ കാര്യങ്ങളുടെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു,
എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതേ തീഷ്ണത അല്ലെങ്കിൽ അതിന് മുകളിലൊരു തീഷ്ണതയോടെ വേണം ആത്മീയ വരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രാർത്ഥനയിലായിരിക്കുക, നിരന്തരം പ്രാർത്ഥനയിൽ ആയിരിക്കുക. നമ്മളത് കേൾക്കുമ്പോൾ ഇപ്പോൾ പൗലോസ്ലീഹ നമ്മളോട് പല തവണയായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ആത്മാവിൽ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കും. ഇപ്പം ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പക്ഷെ പ്രാർത്ഥിക്കുന്ന വിഷയം മിക്കപ്പോഴും എന്തായിരിക്കും? പേഴ്സണലി ചിന്തിച്ചാൽ മതി. എപ്പോഴും പ്രാർത്ഥനയിലാണ്, പക്ഷെ എപ്പോഴും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, എല്ലാ കുർബാനയ്ക്കും പോയിട്ട് എന്നാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ ജപമാലയിലും എന്താണ് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്നത്. മിക്ക സമയത്തും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ഈ ഭൗതിക ആവശ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ നടക്കുന്നുണ്ട്, കുറേ നടക്കുന്നില്ല. നടന്നാലും ഇല്ലെങ്കിലും അപ്പുറത്തൊരാൾ നമുക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് ജോലി കിട്ടി, പക്ഷെ ആ ജോലിയെപ്പോലും ഒരു പ്രലോഭനമാക്കി ഈ പിശാച് മാറ്റാറുണ്ട്. ശരിയാണോ? ആഗ്രഹിച്ചൊരു കല്യാണം, പ്രാർത്ഥിച്ചൊരു കല്യാണം നടന്നു, ആ വിവാഹ ജീവിതത്തെ പോലും പിശാച് ചിലപ്പോൾ ഒരായുധമാക്കി മാറ്റിയേക്കാം. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് ഈ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി, തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ആത്മീയ ആയുധങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ? നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുക വെച്ചാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? ആത്മീയ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പറയുന്നില്ലേ കാരിസം, കരിസ്മാറ്റിക് എന്നുള്ള ഒരു വാക്കിൻ്റെ റൂട്ടായിട്ട് കിടക്കുന്നു. കരിസ്മാറ്റിക് ആയിരിക്കുന്ന ആളാരാണ്? കാരിസം ഉള്ള ആളാണ്. കാരിസം എന്ന് വെച്ചാൽ എന്താ? കാരിസം ആരാണ്? എന്താണ്? വൈവിധ്യം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യലായ ചില വരങ്ങളെയാണ് നമ്മൾ പറയുക കാരിസം. അതായത് സഭയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഇടവകയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, കുടുംബത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൈവ ശുശ്രൂഷയും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ആ കൃപയ്ക്ക്, ആ ഒരു കാര്യത്തിന് വേണ്ടി ആവശ്യമായ കൃപ പരിശുദ്ധാത്മാവ് തരുന്നതന്നെയാണ് നമ്മൾ പറയുക കാരിസം, വരങ്ങൾ, ദാനങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ അങ്ങനെ വരങ്ങൾ, കാരിസമൊക്കെ കിട്ടിയിട്ടുള്ളവർ കീർത്തിക്ക്. ഒരൊറ്റയാൾ പോലും ഇല്ല. 2 പേര്, 2.25 പേര്. ഓക്കെ, ഒരു വരവും കിട്ടിയിട്ടില്ല. എന്തിനാണ് നിനക്കൊക്കെ മാമോദിസ തന്നത്? ഒരു പോത്താപ്പികൾ തന്നെയല്ല. എൻ്റെ ദൈവമേ, ഉണ്ടെന്ന് തോന്നല്ലേ? എന്തേലുമൊക്കെ ഒരു വരം ഉണ്ടെന്ന് തോന്നല്ലേ? ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്ന് കയർത്താവും. വരങ്ങൾ, അത് ആത്മീയ സത്യം പറഞ്ഞാൽ മതി. കുമ്പസാരം കഴിഞ്ഞ് ലിജോച്ചൻ എഴുന്നേറ്റും പോയി. ആത്മീയ വരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്ന് കയർത്തിക്കും. നിങ്ങളാണ് എൻ്റെ സഭ, നിങ്ങളിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ചോദിക്കാൻ ഓക്കെ, ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, പോട്ട്. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ എങ്കിലും ഇനി മുതൽ ചോദിച്ചോണം കേട്ടോ. ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ച് നിങ്ങൾ ഈ ചപ്പും ചവറും ചോദിച്ച് സമയം കളയരുത്. അത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും കാറ്റടിച്ച് ചപ്പും ചവറും നിങ്ങളുടെ വീട്ടിൽ വന്നോളും. നിങ്ങൾ ആത്മീയവരങ്ങൾക്ക് വേണ്ടി ചോദിക്കുക, യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾക്ക് വേണ്ടി ചോദിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആത്മീയ പ്രലോഭനം തോന്നും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ ധ്യാനം കൂടാൻ വരികയാണ്. അപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹം, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? ആന്ന് പറ, ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ നിഷ്കളങ്കതയും നിങ്ങളുടെ ആത്മീയതയും കാരണം നിങ്ങൾ പറയും, അയ്യോ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു, കൂടുതൽ വരങ്ങളാൽ, ഫലങ്ങളാൽ, ദാനങ്ങളാൽ ജിൻസച്ചനെ നിറയ്ക്കണമേ. തെറ്റൊന്നുമില്ല, ഇനിയും പ്രാർത്ഥിക്കണം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിങ്ങളും കൂടെ എന്നാ ചെയ്യണം? ജിൻസച്ചനിൽ കൃപ നിറഞ്ഞാൽ പോരാ, അത് ഞാൻ എൻ്റെ യുദ്ധത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കാവശ്യമായ ആയുധങ്ങൾ ഞാൻ ധരിക്കുന്നുണ്ട്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിത്യപുരവനായ ഈശോ എന്ന് പറഞ്ഞ എല്ലാ വൈദികർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞ ഒരു കുർബാനയുടെ സമയത്ത് മുഴുവൻ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതല്ല പറയണേ, ശരിക്കും ആത്മീയ യുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അങ്ങയുടെ ദാസന്മാരെ വൈദികരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കർത്താവേ നിൻ്റെ മക്കളായ ഞങ്ങളെയും കൂടെ കാത്തുകൊള്ളണേ. നിങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് കൃപ നിറയട്ടെ, അച്ഛന് വരങ്ങൾ നിറയട്ടെ, നല്ലതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി കൂടെ? നിങ്ങൾക്ക് വേണ്ടി കൂടെ. കാരണം നിങ്ങളുടെ യുദ്ധം ഞാൻ ചെയ്യുമോ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അത് വലിയ കുഴപ്പമായി. കാരണം നിങ്ങൾ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പരിച മാറ്റി വെച്ചു, നിങ്ങൾ ആ വാള് സൈഡിലോട്ട് വെച്ചു. ഐ ടെൽ യു, ജിൻസച്ചൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. നിങ്ങൾ തന്നെ യുദ്ധം ചെയ്യണം. ചേർന്ന് തന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ വരങ്ങൾക്ക് വേണ്ടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം. നിങ്ങളിപ്പോൾ 2.25 പേര് കൈപ്പൊക്കിയിട്ടുണ്ട് ഉണ്ടെന്ന് പറഞ്ഞവർ. ബാക്കി ഇവിടെ ഇരിക്കുന്ന സകലരും വരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ പൂന്തോട്ടം ഇങ്ങനെ എവിടെ വായിച്ചൊരു ഉപമയാണ്. എന്ന് വെച്ചാൽ
ഈ പൂന്തോട്ടത്തിലൊരു ടാപ്പുണ്ട്, പൈപ്പുമുണ്ട്, ഒരു കുളമുണ്ട്, ഒരു തോട്ടക്കാരനുമുണ്ട്, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. പക്ഷേ ചെടിയെല്ലാം വാടി നിൽക്കുകയാണ്. കാരണം എന്താ? പൈപ്പ് തുറന്നിട്ടില്ല, വെള്ളം വരുന്നില്ല, കുളത്തിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നില്ല. സംഭവം അവിടെയുണ്ട്, ജീവജലത്തിൻ്റെ അരുവി അവിടെ ഉണ്ട്. എപ്പോൾ കിട്ടി? മാമോദീസയിൽ. പക്ഷെ പ്രവർത്തിക്കുന്നില്ല. കാരണം എന്നാണ്? പൈപ്പ് തുറന്നാലേ വരുള്ളൂ. പൈപ്പ് തുറക്കണമെങ്കിൽ, കരട് മാറണമെങ്കിൽ നിരന്തരം പ്രാർത്ഥനയോടുകൂടി നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക, സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നാലേ യുദ്ധം ജയിക്കത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഫേസ്യോസ് ലേഖനത്തിൽ തന്നെ 6-ാമത്തെ അധ്യായം എടുക്കാം. നമ്മളിപ്പോൾ വായിച്ച വചനഭാഗത്തിൻ്റെ തുടർച്ചയാണത്. പൗലോസ് പാരഗ്രാഫ് ഇട്ടല്ല എഴുതിയെന്ന് ഓർത്തേക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അത് പറയുക. 6:17 മുതൽ വായിക്കാം. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. അവിടെ നിർത്തരുത്, തുടർച്ചയാണ് 18-ാമത്തെ വാക്യം. ഉറക്കെ വായിച്ചു. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. എല്ലാ സമയം പ്രാർത്ഥനയിലും ആയിരിക്കണം. നമുക്ക് മറ്റായുധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വാളും പരിചയം പിന്നെ തോട്ടായും എല്ലാം എടുത്തു. പക്ഷേ പ്രാർത്ഥനയും കൂടി ഇല്ലെങ്കിൽ തുടർച്ചയാണത്. നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. ആയുധം കയ്യിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടും ആയില്ല. പൈപ്പുണ്ട്, കുളം അവിടെ ഉണ്ട്, കുളമായി കിടക്കുകയാണ്. നിരന്തരം പ്രാർത്ഥനയിലല്ലെങ്കിൽ ആ തോട്ടം വാടി പോകും. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒന്ന് ഓർത്തേക്കണം. നിങ്ങൾ കൈപൊക്കാൻ മടി കാണിച്ചത് അറിയാത്തത് കൊണ്ടാണോ അതോ സ്വയമായിട്ട് ഭയങ്കര എളിമ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് എന്ന് ഇതിനാൽ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. വരങ്ങളില്ല എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വലിയ തെറ്റാണ്. കാരണം മാമോദീസ മുങ്ങിയോ ഈ വരം നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. സുവിശേഷം പ്രഘോഷിക്കണം എന്നാണല്ലോ നമ്മുടെ ദൗത്യം, അല്ലേ? മാമോദീസ മുങ്ങി തല നന്നായിട്ട് തോർത്തി തിരി പിടിച്ചു അല്ല, ഫോട്ടോ എടുത്തു, തീർന്നില്ല. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് വെച്ചാൽ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ വരങ്ങളാണ്, പ്രാർത്ഥിച്ച് കിട്ടുന്നതാണ്. അതെനിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു വലിയ തെറ്റാണ്. ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നോക്ക്, നിത്യജീവനെക്കുറിച്ചുള്ള സുവിശേഷം പ്രഘോഷിക്കാനാണ് ഞാനും എന്നെപ്പോലെയുള്ള വൈദികരൊക്കെ പരമാവധി ശ്രമിക്കുന്നത്. നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യവും, ശരിയല്ലേ? പക്ഷെ ആ നിത്യജീവനിൽ എത്തുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഈ ഭൂമിയിൽ കർത്താവെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ചെയ്യുക എന്നുള്ളതും കൂടെയാണ് നിത്യജീവൻ. ഇവിടെയുള്ളത് മര്യാദയ്ക്ക് ചെയ്യാണ്ട് അവിടെ ചെന്നിട്ട് നിത്യജീവൻ, നിത്യേ ഇല്ല, ജീവനും ഇല്ല. ഇവിടെയുള്ള കാര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മൾ ആദ്യത്തെ വചനം വായിച്ചില്ലേ? തിന്മയ്ക്കെതിരെ പോരാടുക മാത്രമല്ല, ഇപ്പം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതിനെ നന്നായിട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. ആ പ്രാർത്ഥനയാണ്, അതിന് നമ്മളെ സഹായിക്കുന്നതാണ് നമുക്കുള്ള വരങ്ങൾ. അത് തെളിഞ്ഞ് കിട്ടണം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ അച്ഛന്മാരോട് പോയി ചോദിച്ചാൽ പോരാ, ധ്യാനിപ്പിക്കുന്നവരോട് ചോദിച്ചാൽ പോരാ. അച്ഛൻ്റെ വരം ഉണ്ടോ? ആ വരം ഉപയോഗിച്ച് എൻ്റെ രോഗം ഒന്ന് ശാന്തിച്ചേ. രോഗം ശാന്തിക്കുന്നില്ല. നിങ്ങളിലുള്ള കൃപയെ ജ്വലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനഭാഗം എടുത്തേ. 1 കൊരിന്തോസ് 12-ാമത്തെ എടുക്കാം. കൊരിന്തോസാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 12-ാമത്തെ അധ്യായം. കൃപാവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ പൗലോസ് പറയുകയാണ്. 1 കൊരിന്തോസ് 12 പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് വിവിധങ്ങളായ രീതിയിൽ, വൈവിധ്യമാർന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് വരങ്ങളും ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കില്ല എനിക്ക് ആ വരവില്ല ഈ വരവില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് ഏതാണോ പരിശുദ്ധാത്മാവിന് നമ്മളെക്കൊണ്ട് ഉപയോഗിക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. എന്നെ പറ്റുന്നതെന്നറിയോ? നമ്മളിപ്പം പറയുന്നില്ലേ, നമുക്ക് സഭയിൽ പഴയ പോലെ ഒരു തീഷ്ണതയില്ല, അവർക്കിങ്ങനെ തീഷ്ണതയില്ല. പണ്ടെന്തൊരു ചൈതന്യമായിരുന്നു, ഇപ്പം ആ ചൈതന്യം ഇല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ സഭ വളരും. സഭ തളരുന്നത് വരങ്ങൾ കിട്ടിയവർ അത് തിരിച്ചറിയാത്തപ്പോഴും അത് ഉപയോഗിക്കാത്തപ്പോഴുമാണ്. കിട്ടുന്നുണ്ടോ? നിങ്ങൾ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും സിസ്റ്റർമാരുടെയും നേരെ കൈ ചൂണ്ടരുത്. മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും മേലെ ഉത്തരവാദിത്തമാണ്. സഭ വളരുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിലൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. സഭ തളരുന്നത് വരങ്ങൾ കിട്ടിയവർ അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ആരാ? നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം നമുക്ക് അടി കിട്ടും. നമ്മുടെ രൂപതകളിൽ അസ്വസ്ഥത ഉണ്ടാവും, നമ്മുടെ ഇടവകളിൽ അനൈക്യങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും, കൂതാശകളെക്കുറിച്ച് വഴക്കുകളുണ്ടാവും. കാരണം അന്വേഷിച്ച് തപ്പി നടക്കരുത്. വരങ്ങൾ കിട്ടിയവർ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് തിന്മ കയറി നമ്മുടെ വീടിനകം വരെ മാന്തി പൊളിച്ചു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും നമ്മുടെ ജോലി, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം വലുതാണ്. പക്ഷേ തകർന്നിരിക്കുകയാണ് ഒരു സൈഡ് മുഴുവൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചില്ലേ കൊച്ചിനെ ജർമ്മനിക്ക് പോകണം, കൊച്ചിന് അമേരിക്കയ്ക്ക് പോകണം. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥന മാറി. ജർമ്മനി പോയ കൊച്ചിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടച്ചോ, അമേരിക്കയിൽ പോയ കൊച്ച് പ്രാർത്ഥിക്കുന്നില്ല അച്ചോ, ഇവിടെ ആയിരുന്നപ്പോൾ പ്രാർത്ഥിച്ച അച്ഛാ അവിടെ പോയപ്പോൾ കുർബാനയ്ക്ക് പോകുന്നില്ല അച്ഛാ, മറ്റേ പ്രാർത്ഥന നടന്നു.
ഭൗതിക കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, കർത്താവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് മേടിച്ചു. പക്ഷേ ആ കൊച്ചിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അപ്പാ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. ആ കൊച്ചു യുദ്ധത്തിലേക്ക് നിങ്ങൾ ഇറക്കി വിട്ടു. എളുപ്പമുള്ള സാഹചര്യം, നിങ്ങൾ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ ഇടവക ഇവിടെയുണ്ട്, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായിരുന്നു. പക്ഷേ ഈ കൊച്ചിനെ നിങ്ങൾ യുദ്ധമുന്നണിയിലേക്ക് ഒറ്റയ്ക്ക് വിട്ടില്ലേ? അതിനെ ആദ്യം ഒരുക്കേണ്ടത് ആത്മീയ ആയുധങ്ങളും കൊണ്ടായിരുന്നു. നന്നായിട്ട് പഠിപ്പിച്ചു, നിങ്ങളെ ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്തു, വെരി ഗുഡ്. ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ മുട്ട കുത്തി നിന്നു, പണം മുടക്കി, എല്ലാം ഒരു അപ്പൻ്റെ അമ്മയുടെ ഡ്യൂട്ടിയായിരുന്നു, അത് ചെയ്തു. പക്ഷേ ആ ഡ്യൂട്ടികളെല്ലാം ചെയ്തിട്ട് ആത്മീയ ആയുധങ്ങൾ കൊടുക്കാതെയാണ് ഈ കൊച്ചിനെ അങ്ങോട്ട് കയറ്റി വിട്ടതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്വം വേറെ ആർക്കുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും, ഇപ്പോൾ കുഞ്ഞുങ്ങൾ, യുവജനങ്ങളെല്ലാം നമ്മുടെ ഭാവി ജീവിതം സുസ്ഥിരമാകാൻ, ഐശ്വര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവിടെ ജോലി കിട്ടണേ, ഈ സാലറിയിൽ ജോലി കിട്ടണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. അത് പ്രാർത്ഥിച്ചോ, ഒരു തെറ്റുമില്ല. പക്ഷെ ചെല്ലുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്ന സ്ഥലത്ത് യുദ്ധവും കൂടെ നടക്കുകയാണ്. അതിനും കൂടെയുള്ള ആത്മീയ വരങ്ങൾ നിങ്ങൾ കൂടുതൽ ചോദിക്കണം. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് ഒരു നിയോഗം എഴുതി വെക്കുമ്പോൾ ആ കടലാസിൽ ഒരു ആത്മീയ നിയോഗം കൂടെ എഴുതിയെന്ന് വിചാരിച്ചുകൊണ്ട് ചിലവ് കൂടുമൊന്നുമില്ല. മഷി ഇച്ചിരി പോകുന്നുള്ളൂ, കൃപ കൂടുതൽ വരും. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് ഓർത്തൊരു കാര്യമാണ്. നിങ്ങളതിനെ എല്ലാം പറയുന്നതിനെല്ലാം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് കുറേ സീരിയസ് ആയിട്ട് എടുക്കണം. സിമ്പിളായൊരു കാര്യമാണ്. നിങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ, ഇവിടെ ധ്യാന കേന്ദ്രത്തിലും ഇവിടെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് നിയോഗങ്ങൾ എഴുതിയിടാറുണ്ട്. നല്ലതാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു കീറ കടലാസിലായിരിക്കും ഇത് എഴുതിയിടുന്നത്. അതത്ര വലിയ ഇഷ്യൂ ആണോയെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ പ്രാർത്ഥന നിയോഗം ആരായിലോട്ടാണ് കൊടുത്തേ? ഈശോയുടെ കയ്യിലോട്ടാണ് കൊടുത്തേ. മിനിമം ഒരു നല്ല പേപ്പറിൽ എഴുതി കൊടുക്കണേ. സിമ്പിളായിട്ട് ചിന്തിക്കും, പക്ഷെ വളരെ ലൂസായിട്ട് പെരുമാറുന്നുണ്ട്. നിങ്ങളൊരു തീർത്ഥാടനത്തിൽ പോയി നോക്കി, അവിടുത്തെ ഒരു മിനിസ്ട്രിയിൽ നിങ്ങൾ നിന്ന് നോക്കും, കിട്ടുന്ന പേപ്പർ മുഴുവൻ ഞം വെച്ചതായിരിക്കും, ജീവിതം പോലെ ചുക്കിച്ചൊളിഞ്ഞതായിരിക്കും. പിന്നെ ഉത്തരം കിട്ടും. ഒരു നിയോഗമാണ്, നമ്മൾ സിമ്പിളായിട്ട് എടുക്കുമായിരിക്കും അല്ലേ. ഇപ്പം എന്നാ ഒരു പേപ്പറിൽ നിയോഗം എഴുതി അച്ഛൻ വായിക്കും, ഹല്ലേലൂയ, അച്ഛൻ വായിക്കും, അച്ഛനെ വായിക്കാമല്ലോ. പക്ഷെ ഇത് ആർക്കാണ് എഴുതി കൊടുത്തേ? അച്ഛനാണോ എഴുതി കൊടുത്തേ? അല്ലല്ലോ, ഈശോയ്ക്ക് എഴുതും. മിനിമം ഒരു നല്ല പേപ്പറിലെങ്കിലും എഴുതും. എനിക്ക് തോന്നുന്നത് അതനുസരിച്ച് വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ചേർന്ന് തന്നെ ഹല്ലേലൂയാ. അപ്പോൾ ഓർക്കണേ, ഈ ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂടെ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ആത്മീയ ആയുധങ്ങൾക്ക് വേണ്ടി കൂടെ ചോദിക്കണം. ഈ വചനഭാഗം ഒന്ന് എടുക്കാം. 1 കൊറിന്തോസ് 12 അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നമ്മളിലൂടെ ഉപയോഗിച്ച് സഭയെ വളർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഓരോരുത്തർക്കും വരങ്ങൾ നൽകുന്നതിനെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുക. 1 കൊറിന്തോസ് 12 7 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. 7-ാമത്തെ വാക്യം വായിച്ച്. ഓരോരുത്തരും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടി ആണ്. അപ്പം നമ്മൾ കൃപകൾക്ക് വേണ്ടി ചോദിക്കുന്നു, വരങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും? അത് സഭയെ വളർത്താൻ, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൃപകൾ ചൊരിയുക. ഇനി ശ്രദ്ധിച്ചേ, ഒരേ ആത്മാവ് തന്നെ, ചേർന്ന് വായിക്കാം. ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിലുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. ഇതെന്തിനാ ഇത്രയും കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നതെന്നറിയോ? അത്രയും വെറൈറ്റി ആയ വരങ്ങൾ പരിശുദ്ധാത്മാവ് തരും. ഇപ്പം നിങ്ങൾ ചിന്തിക്കൽ, കർത്താവ് എനിക്ക് അത് കിട്ടിയില്ലോ, ഇത് കിട്ടിയില്ലോ. എൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയത് അതിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ളതേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് വചനം പ്രഘോഷിക്കാൻ ഒരു കൃപ കിട്ടിയിട്ടില്ലോ. നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൃപയാണ് കിട്ടിയേക്കുന്നെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെയാണ് തന്നേക്കുന്നത്. നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമുക്ക് അവർ നല്ല ഭാഷാവർത്തി സ്തുതിക്കുന്നു, എനിക്ക് ഭാഷാവർത്തി സ്തുതിക്കാൻ പറ്റുന്നില്ല. സാരമില്ല, നിനക്ക് വേറെ ഒരു വരം തന്നിട്ടുണ്ടാകാം. അത് തിരിച്ചറിഞ്ഞ് അതിനെ ഉപയോഗിക്കുക. ഒത്തിരി എല്ലാ വരങ്ങളും നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ദൈവരാജ്യം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുക. മത്തായി 12:28 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. 12:28 ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ നിങ്ങൾ പിശാചുകളെ പുറത്താക്കുന്നു, നിങ്ങൾ വചനം പ്രഘോഷിക്കുന്നു, തിന്മയ്ക്കെതിരെ പോരടിക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇവിടെ ഉണ്ട്, കർത്താവ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. വരങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ കൃപയാണ് കർത്താവ് അവൻ്റെ കൂടെ നിൽക്കുന്നു. കർത്താവ് ഉള്ളവനെ ആ വരങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, ശുശ്രൂഷയ്ക്കുള്ള വരം. നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ജോലികളായിരിക്കാം, നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുന്നതായിരിക്കാം, എല്ലാം സ്നേഹത്തോടെ ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാനും ഒപ്പം തന്നെ സ്നേഹത്തോടും കൂടെ ചെയ്യുക. അങ്ങനെയെങ്കിൽ ദൈവം തന്നെ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കും. കാരണം സ്നേഹം ദൈവമാണ്.
യോഹന്നാൻ സ്ലീഹയുടെ വാക്കുകൾ കടമെടുത്താൽ എല്ലാ ശുശ്രൂഷകളും നിങ്ങൾ സ്നേഹത്തോടെ ചെയ്താൽ സ്നേഹമാകുന്ന ദൈവം നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെ പ്രവർത്തിക്കും. അവിടെയാണ് ശുശ്രൂഷാവരം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പ്രവചനവരം നിങ്ങൾക്കുണ്ടോ? അത് ചിലതിനെ തെറ്റിദ്ധരിക്കുകയും ചിലതിരിച്ച് ഓവറായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യാറുണ്ട്. പ്രവചനവരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2026 മാർച്ച് 28 ജോലി കിട്ടും 3-ാം മണിക്കൂറിൽ എന്ന് പറയുന്നതല്ല പ്രവചനവരം. നിങ്ങൾ പ്രവാചകന്മാരെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മിനിമം സമയമെടുത്ത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. പ്രവാചകന്മാരുടെ പുസ്തകം ഒരു നോവലുണ്ട്, അതല്ല വായിക്കാൻ പറഞ്ഞത്. ബൈബിളിലെ 16 പ്രവാചകന്മാരുണ്ട്, അതെടുത്ത് വായിക്കാം. ഇവരെന്നാ ചെയ്തേ? 2 കാര്യങ്ങളാണ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ടത്, സൂചനകൾ കൊടുത്തു. ദൈവത്തിനെതിരായി പോവരുത്, അത് അപകടമായി മാറും എന്ന് ദൈവത്തിൻ്റെ നാവായി ദൈവത്തിന് പറയേണ്ട കാര്യങ്ങൾ അത് മാത്രം സംസാരിച്ചവരാണ് പ്രവാചകന്മാർ. സൂചന കൊടുത്തു. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവജനത്തിന് പ്രത്യാശ കൊടുത്തു. അതാണ് പ്രവാചകൻ. കിട്ടുന്നുണ്ടോ? കണ്ണടച്ച് നിങ്ങളുടെ മുമ്പിൽ ദേ ഇരുട്ട് കാണുന്നു എന്ന് പറയുന്നവരല്ല പ്രവാചകർ. ഇപ്പോൾ കണ്ണടച്ചിട്ട് അത് മാത്രമേ കാണാറുള്ളൂ. ഇവിടെ ഇപ്പോൾ അച്ഛനോട് ഒന്ന് ചോദിക്കുക, അച്ഛൻ ഒന്ന് പറഞ്ഞ അച്ഛാ എൻ്റെ കല്യാണം എന്ന് നടക്കും? എൻ്റെ കല്യാണം പോലും നടന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വെറുതെ പോയിട്ട് ഞങ്ങൾക്ക് ഈ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ. ഇപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ ഇതാണോ എൻ്റെ പ്രവാചക ദൗത്യം? ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനാകാൻ വേണ്ടി ഒത്തിരി ടെംപ്ടേഷൻ നിൽക്കുന്ന കാലമാണ് എല്ലാവർക്കും. ശരിക്കും പ്രവാചകരാരാണ്? ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ നാവായി ദൈവത്തിന് സംസാരിക്കേണ്ടത് ദൈവം പറയുന്നത് പോലെ പറയുന്നവനാണ് ആര്? പ്രവാചകൻ. അതിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ മുഖം സൂചനകളായിരിക്കും, വാണിങ്ങുകളായിരിക്കും. ഇത് ചെയ്യരുത്, അപകടം വരുന്നു, കർത്താവിനെതിരെ പോകരുത്, പാപത്തിൽ തിരിച്ചു വരണം. സൂചന കൊടുക്കും, വാണിങ്ങൾ കൊടുക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്വരം, പ്രത്യാശ കൊടുക്കും. ഇത് നാശത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇത് കയറും. പ്രവാചകന്മാർ അതല്ലേ പറഞ്ഞത്? ബാബിലോണിൽ ഈ പ്രവാസം കഴിയും, കർത്താവ് നിങ്ങളുടെ മേൽ രക്ഷയ്ക്ക് വേണ്ടി വരും, നിങ്ങളുടെ മേലൊരു പ്രകാശം ഉദിക്കും. പ്രത്യാശ കൊടുക്കുന്നവനാണ് പ്രവാചകൻ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെ മനുഷ്യർക്ക് അവർക്കൊരു പ്രത്യാശ കൊടുക്കാൻ പറ്റുമെങ്കിൽ, വലിയ കടത്തി നിൽക്കുന്ന ഒരാളോട് സാരമില്ലെന്നേ കർത്താവ് ഇത് മാറ്റുമെന്ന് നിങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസത്തിൽ പറയാൻ പറ്റുമെങ്കിൽ പ്രവചന വരം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയേക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പ അമ്മ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് തെറ്റ് ചെയ്യുന്ന കാണുന്നു, നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവചനവരം ഇല്ല. പക്ഷെ നിങ്ങൾ ആ കൊച്ചിനോട് പറയണം, മോനെ ഇത് ശരിയല്ലടാ, ഇത് ശരിയല്ലടി പറയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വേണം? പ്രവചന വരം. ഒരു വാണിംഗ് കൊടുക്കണമെങ്കിലും ഈ വരം കിട്ടണം. പല മാതാപിതാക്കൾക്ക് ഇന്ന് പറയാൻ പേടിയല്ലേ? കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, കൊച്ചു തിരിച്ചു വരും. പറ, തെറ്റാണെ പറ, നാളെ ആ കൊച്ച് തിരിച്ചു ചോദിക്കരുത്. പണ്ടത്തെ കഥ കേട്ടിട്ടുണ്ടല്ലോ, ചെവി കടിച്ചു പറിച്ച മോൻ്റെ കഥ. കേട്ട് മടുത്തതാണ്, പക്ഷേ ഇപ്പോഴും അതിന് പ്രാധാന്യമുണ്ട്. കഥ അറിയാലോ അല്ലേ? കഥ പറഞ്ഞ് പോറാവുന്നില്ലേ? അവൻ മോഷ്ടിച്ച് അങ്ങ് പോയി. ഓരോ തവണ തേങ്ങ കൊണ്ടുവന്നപ്പോഴും അമ്മച്ചി പറഞ്ഞു, അടുത്ത പ്രാവശ്യം ചെന്തെങ്ങിൻ്റെ തേങ്ങ കൊണ്ടുവരണേ അല്ലേ? കഥ അറിയാലോ. കുഞ്ഞു മോഷണം നടത്തി, അമ്മ തിരുത്തിയില്ല. അവസാനം വലിയൊരു തെറ്റ് ചെയ്തു, അവൻ പിടിക്കപ്പെട്ടു. കൊലപാതകം, അല്ലെങ്കിൽ അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിന് മുമ്പ് അവൻ്റെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞു, അമ്മയോട് രഹസ്യമായിട്ടൊന്ന് പറയണം, ഒരു ഉമ്മ കൊടുക്കണമെന്ന്. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് ചെവി കടിച്ചു പറിച്ചു. അമ്മയോട് പറഞ്ഞായിരുന്നു, എന്തുകൊണ്ട് എൻ്റെ ആദ്യത്തെ തെറ്റെന്നോട് തിരുത്തിയില്ല? അമ്മ പറയാൻ പറ്റുമോ? മോനെ, സ്നേഹം കൊണ്ട് തിരുത്താഞ്ഞാണ്, സ്നേഹം കൊണ്ട് തല്ലിയില്ല. കൊച്ച് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓർത്ത് വഴക്ക് പറയാഞ്ഞാണ്. അവസാനം കൊച്ച് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിലവിളി കേൾക്കാൻ കൊച്ചുമില്ല, കർത്താവുമില്ല. കൊച്ചുപോയി. നിങ്ങൾക്ക് ചില സൂചനകൾ, അത് മക്കളുടേതാണെന്നില്ല, നിങ്ങളുടെ ജീവിത പങ്കാളി ചെയ്യുന്ന തെറ്റാണ്, നിങ്ങളുടെ അധികാരികൾ ചെയ്യുന്ന തെറ്റാണ്. അത് ധൈര്യത്തോടെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു നിർത്തി അഭിമാനിക്കാനല്ല പറയുന്നത്. അത് മക്കളെയായാലും ജീവിത പങ്കാളിയായാലും അധികാരപ്പെട്ടവരാണേലും സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കാനല്ല പറയുന്നത്. അവരോട് ധൈര്യത്തോടെ ഇത് തെറ്റാണെന്ന് പറയാൻ ധൈര്യം വേണമെങ്കിൽ നിങ്ങൾക്കുള്ളിൽ എന്ത് വേണം? പ്രവചന വരം വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രോഗശാന്തി വരം നമ്മൾ ഇങ്ങനെ ചിന്തിക്കല്ലോ, ഇതേ അച്ഛൻ കൈനീട്ടി, അയാൾ എഴുന്നേറ്റു, അയാൾക്ക് പിന്നെ എന്നാ സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? ഒത്തിരി അത്ഭുത സാക്ഷ്യങ്ങളുടെയും സ്റ്റോറി പിന്നീട് അങ്ങനെയായി മാറുന്നത്. പിന്നീട് എന്നാ സംഭവിച്ചത് നമ്മൾ അറിയുന്നില്ല. സാക്ഷ്യം നമ്മൾ പത്രത്തിൽ വായിച്ചു, സാക്ഷ്യം നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടു, പിന്നെ അവർക്ക് എന്നാ സംഭവിച്ചത് അറിയില്ല. ഈ രോഗശാന്തി വരം തേടി നിങ്ങൾ എങ്ങോട്ട് ഓടുകയല്ല. നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ ഒരു രോഗശാന്തി വരമുണ്ട്. ഉള്ളിലും മുറിവേറ്റിരിക്കുകയാണ്. ഈശോയെ അങ്ങയുടെ രക്തമൊഴുക്കി എൻ്റെ മുറിവിനെ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ രോഗശാന്തി വരമുണ്ട്. എൻ്റെ കാല് മേല കർത്താവിൻ്റെ നാമത്തിൽ ഇത് സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ രോഗശാന്തി വരമുണ്ട്. ചുറ്റും നിൽക്കുന്ന ഒരാൾ വേദനിച്ച് നിൽക്കുകയാണ്, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, പ്രിയപ്പെട്ട ഒരാളായിരിക്കാം, സങ്കടത്തിൽ നിൽക്കുകയാണ്, മുറിവേറ്റ് നിൽക്കുകയാണ്. സാരമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ തോളയിലൊന്ന് തട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ രോഗശാന്തി വരമുണ്ട്. ചിലരുടെ വേദന കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ, ചിലരുടെ വേദന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരെ കളിയാക്കാൻ തോന്നുകയാണെങ്കിൽ,
ചിലർ അവിടെ ഇരുന്ന് കരയുന്നത് കാണുമ്പോഴത്തേന് ഇതെന്നെ പൊട്ടത്തര കാണിക്കുന്നതെന്ന് പറയാൻ തോന്നുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ രോഗശാന്തി വരെ ഇല്ല. മനുഷ്യരുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗശാന്തി വരം കിട്ടിയിട്ടില്ല. പ്രാർത്ഥിച്ചോണം രോഗശാന്തി വരത്തിന് വേണ്ടി, പ്രവചന വരത്തിന് വേണ്ടി, പഠിപ്പിക്കാൻ അധ്യാപന വരം, കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ വരങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളിലൂടെ സഭ വളരും. സഭ തളരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ? വരങ്ങൾ കിട്ടിയവർ അത് ഉപയോഗിക്കാണ്ടിരുന്നാൽ എല്ലാം നഷ്ടമാവും. ഈ ആയുധങ്ങളെല്ലാം തരുന്നത് ആരാണ്? നമ്മൾ ആരെക്കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ച് പരിശുദ്ധാത്മാവിൽ പൂരിതരായി പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ആത്മീയ ദാനങ്ങൾ കൊണ്ട്, ഈ ആയുധങ്ങൾ കൊണ്ട് കോട്ട കെട്ടിയാലേ തിന്മയ്ക്കെതിരെ പോരാടാൻ നമുക്ക് പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറയാം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഉന്നതമായ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിലൊരു വചനം എടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ ഇത് എടുക്കാമോ? തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറവുകളിലേക്ക് നോക്കണ്ട. പരിശുദ്ധാത്മാവിൽ എംപവേർഡ് ആകുക. പവർ നിറഞ്ഞാൽ നമുക്ക് മുമ്പോട്ടുള്ള യുദ്ധത്തിൽ കൃപ ലഭിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ന്യായാധിപന്മാർ 14:6 കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. സാംസനെ കുറിച്ചാണ് പറയുക. പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു എന്ന് പറയാം? ശക്തമായി ആവസിച്ചു. എന്ത് ചെയ്തു? അവൻ ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നിട്ട് പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ചു. നിങ്ങളുടെ മേൽ ആവസിച്ചോ? എപ്പോ? വസിച്ചു. എപ്പോ? മാമോദീസയിൽ. എങ്ങനെ ആവസിച്ചു എന്നറിയോ? ഒരു അച്ഛനായിരിക്കും ചുമ്മാ ഇങ്ങനെ ഇച്ചിരി ഒരു തൈലം, നല്ല സോഫ്റ്റ് തൈലം, ഇച്ചിരി തണുപ്പുള്ള വെള്ളം. പക്ഷെ വന്നത് ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ നോക്കുക. അവൻ ചെയ്തത് ഒരു കുഞ്ഞാടിനെ എന്ന പോലെ ഒരു സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ഒത്തിരി സിംഹങ്ങളിങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ആ ശത്രുവൊക്കെ ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുന്നുണ്ട്. ആ സിംഹത്തെ തോപ്പിച്ചോടിക്കാൻ നിങ്ങൾ അവനെ കണ്ട് പേടിച്ചോടുകയല്ല. പേടിച്ചോടിയാൽ സിംഹം വായും പിളർന്ന് പുറകെ വരത്തേ ഉള്ളൂ. അവനെ ചീന്തിക്കളയണം. വളരെ നിസാരമായിട്ട് ഈ ശത്രുവിനെ, ഈ തിന്മയെ, ഈ പാപത്തെ ചീന്തിക്കളയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായി പരിശുദ്ധാത്മാവ് ആവസിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അത് ആവസിച്ചിട്ടുണ്ട്. ഈ ഗാർഡനിൽ ടാപ്പുണ്ട്. ടാപ്പ് നമ്മളൊന്ന് തുറന്നാൽ മതി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. വരങ്ങൾ തുറന്നു വിടുക. പരിശുദ്ധാത്മാവെ ഇതാ ഞാൻ സറണ്ടർ ചെയ്യാണ്, എൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നു പറഞ്ഞ് വിട്ടുകൊടുക്കുക. ശക്തമായി പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. സഭ വളരും, തളിർക്കും, തളരത്തില്ല. നമ്മുടെ ഇടവക അഭിഷേകത്തിൽ വരും. നമ്മുടെ കുടുംബം പിന്നെ ശക്തി പ്രാപിക്കും, വിശുദ്ധി കൊണ്ട് നിറയും. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ബൈബിൾ ഉടനീളം നമ്മൾ കാണുന്ന ഇങ്ങനെയല്ലേ? സാംസനെ, ഗിദെയോനെ. പുതിയ നിയമത്തിലൊക്കെ വരുമ്പോഴത്തേനും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അറിയാവുന്ന വചനമല്ലേ? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്ന ഒരു വലിയ വാക്കാണ് പവർ. ഡുനാമിസ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ശക്തമായിട്ടാണ് പരിശുദ്ധാത്മ വരിക. ഇങ്ങനെ ചുമ്മാ തൊട്ട് തലോടി പോവല്ല. കാറ്റുണ്ട്, ഇതൊക്കെയുണ്ട്, താരാട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആവസിക്കുന്നത് ശക്തമായിട്ടാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്ന് എങ്ങനെയാ? ശക്തമായ ആവശം, അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചു. ഈശോയെക്കുറിച്ച് പ്രസംഗം പറയുമ്പോൾ പത്രോസിലേക്ക് ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവിനിൽ ശക്തിയാലും ഈശോ നിറയപ്പെട്ടു. ആക്സ് 10 എടുക്കാമോ? അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം. പെട്ടെന്ന് നിർത്താട്ടോ, വിഷമിക്കണ്ട. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം. ഈശോയെക്കുറിച്ചുള്ള വലിയ പ്രസംഗത്തിൽ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമാണ്. 10:38 ഉറക്കെ വായിക്കാം. കിട്ടിയോ? ആക്സ് 10:38 10:38 ഉറക്കെ വായിച്ചേ. നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചെന്നും നിങ്ങൾക്ക് അറിയാം. നോക്ക്, ഈശോ തൻ്റെ എല്ലാ ശുശ്രൂഷകളും ചെയ്തത് ആത്മാവിൽ ശക്തി നിറഞ്ഞിട്ടാണ്. പവർ. പരിശുദ്ധമ്മയോട് പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തിയാണ് നിൻ്റെ മേൽ ആവസിക്കുക. അതേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്ക 4:14 എടുക്കാം. ലൂക്ക സുവിശേഷം 4-ാമത്തെ അധ്യായം. മുമ്പേ പ്രലോഭനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് വായിച്ചിരുന്നു തോന്നുന്നു. പിശാച് അല്പകാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ തൊട്ടടുത്ത വചനം 4:14. ലൂക്ക 4:14 വായിച്ചേ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. നോക്ക്, എങ്ങനെ ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ചത്? ആരുടെ ശക്തിയാൽ? പരിശുദ്ധാത്മ ശക്തിയാൽ. നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നു, നമ്മൾ ഈ നമ്മുടെ ജീവിതം കൊണ്ട് ഇറങ്ങുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ശക്തി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാവുള്ളൂ. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഏത് കാര്യത്തിനും കാലെടുത്ത് വയ്ക്കാവുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
എന്താണ് ഈശോ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ലൂക്ക 24 അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. ചാടി ഇറങ്ങരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാ? യുദ്ധത്തിലാണ്. ആർക്കെതിരെയുള്ള യുദ്ധത്തിൽ? തിന്മയ്ക്കെതിരെ യുദ്ധത്തിൽ. ആയുധങ്ങൾ ധരിക്കണം, ശക്തി സ്വീകരിച്ചിട്ടേ പോവുള്ളൂ. അപ്പസ്തോലന്മാരെല്ലാം നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് പെന്തക്കോസ്തായിൽ ആ ശക്തി സ്വീകരിച്ചതിന് ശേഷമാണ് അസാമാന്യമായ ധൈര്യത്തോടെ ശത്രുക്കളുടെ മുമ്പിൽ പോലും നിന്ന് ധൈര്യത്തോടെ ഈശോയെക്കുറിച്ച് അവർ പ്രഘോഷിച്ചത്. പൗലോസ്ലീഹ തൻ്റെ വചനങ്ങളൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ വാഗ്വിലാസം കൊണ്ടോ എൻ്റെ വൈദഗ്ധ്യം കൊണ്ടോ അല്ല ഞാൻ പറയുക, ആത്മാവിലും ശക്തിയിലുമാണ്. അപ്പസ്തോല സഭയ്ക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പം ചിലപ്പോൾ മാനുഷികമായിട്ട് ഇപ്പം നോക്ക്, അച്ഛൻ പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ പുസ്തകം വായിച്ചു, ബൈബിൾ വായിച്ചു, ഞാൻ നോട്ടുകൾ തയ്യാറാക്കി. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഏറ്റവും നന്നായിട്ട് നോട്ടുകൾ തയ്യാറാക്കിയാലും ചിലപ്പോൾ ജനത്തിന് അനക്കം ഉണ്ടാവില്ല. എന്തില്ലെങ്കിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ബോറടിച്ചാലും നിങ്ങൾക്ക് ഉറക്കം വന്നാലും കുഴപ്പം എൻ്റേതാണ്. കിട്ടുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ ഒരു ധ്യാനം കൂടി, ദൈവമേ ഒരു അഭിഷേകം തോന്നില്ലല്ലോ, അച്ഛൻ്റെ കുഴപ്പമാണെന്നില്ല, നമ്മുടെ കുഴപ്പമാണെന്നില്ല, അറിയില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക, നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തിമോത്തിക്ക് എഴുതിയ ലേഖനം എടുക്കാം, 2-ാമത്തെ ലേഖനം, 2 തിമോത്തി അതിൻ്റെ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. 2 തിമോത്തി 1:7. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ച് പൗലോസ് പറയാണ്. 2 തിമോത്തി 1:7 വായിച്ചേ. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവ്, പവർ. കിട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ശക്തിയായിട്ടാണ് നമ്മുടെ മേൽ ആവശ്യിച്ചത്. മറ്റൊരു വചനം എടുക്കാം, പുറകോട്ട് മറിച്ച് 1 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 1 തെസ്സലോനിയൻസ് 1:5. പൗലോസ് പറയാണ്, തൻ്റെ പ്രസംഗ രീതിയെക്കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യം, നല്ലൊരു വചനം അത്. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെ അത്ര. ഇപ്പോൾ വചനം അറിയാം, അച്ഛൻ കുറേ വചനം പഠിച്ചു, അച്ഛൻ കുറേ കഥകൾ പറഞ്ഞു, പ്രവർത്തിക്കുന്നില്ല. കാരണം എന്താണ്? പൗലോസ് പറയാണ്, ഞങ്ങളീ പറയുന്നത് വചനം എടുത്ത് പറയുക മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ ശക്തി നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വചനം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു വചനം കൂടെ എന്നെടുക്കാം, മിക്ക പ്രവാചകൻ്റെ പുസ്തകം. വലിയൊരു സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നതാണ്. മിക്ക 3 അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിലുള്ള ബലം, നീതി, ശക്തി, ധൈര്യത്താൽ നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ചില തെറ്റുകൾ കണ്ടിട്ട് അത് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശക്തിയില്ല. ഏത് ശക്തി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ല. അതുകൊണ്ട് വരങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പറയുമ്പോൾ നിങ്ങളിത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ചില കാര്യങ്ങൾ ചുറ്റും നടക്കുന്നു, തിന്മ നടമാടുന്നു, അതിൻ്റെ മൂർത്തിഭാവം കാണിക്കുന്നു, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരങ്ങൾ കിട്ടാതെ ഇതിനെതിരെ ചെയ്യാൻ പോകരുത്. പെരുന്നാൾ വരും, അതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടേ ശുശ്രൂഷകൾക്ക് പാടുള്ളൂ എന്ന് നമ്മളോട് പറയാറില്ലേ? എല്ലാ ശുശ്രൂഷകളാണ്. നിങ്ങൾ വചനം പ്രഘോഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവരാജ്യത്തെ പ്രതിയുള്ള ശുശ്രൂഷയാണ്. കാരണം മാമോദിസ മുങ്ങിയവരാണ്. അങ്ങനെയെങ്കിൽ എല്ലായിടത്തും ഈ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ സർവ്വ ആയുധങ്ങളും ധരിച്ചിരിക്കണം. ആ ശക്തി സ്വീകരിച്ചിട്ട് മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഇറങ്ങാവുള്ളൂ. പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇനി ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും അടുത്ത പ്രവൃത്തി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം, ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം. എനിക്കറിയില്ല നിങ്ങൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ അടുത്ത വർഷത്തേക്കൊരു അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കൊരു പ്ലാൻ തയ്യാറാക്കായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ളൊരു സ്വപ്നമായിരിക്കും. ഒരു കല്യാണാലോചന ഈസ്റ്റർ കഴിയുമ്പോഴത്തേനും നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. എന്തോ ആവട്ടെ, ചിലപ്പോൾ പ്ലാനുകളെല്ലാം പൂർത്തിയായിട്ടുണ്ടാകും, റെഡി ആയിട്ടുണ്ടാകാം. എന്തെങ്കിലോട് സ്നേഹത്തോടെ പറയാണ്, ആദ്യം നിങ്ങൾ കുടുംബം ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ടേ അത് ചെയ്യാവുള്ളൂ കേട്ടോ. എന്താണേലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം, പ്രൈവറ്റ് ലൈഫ്, പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്നാ ചെയ്യണം? പരിശുദ്ധാത്മാവേ, എനിക്ക് ശക്തി നൽകണമേ, എനിക്ക് വരങ്ങൾ തന്നിട്ട് എന്നെ അയക്കണേ എന്ന് പറയുക. അല്ലാണ്ട് ചെയ്യരുത്. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ നല്ല കാര്യം നടക്കാൻ പോവാണ്, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടാൻ പോവാണ്, അല്ലെങ്കിൽ മക്കളെ വേറൊരു സ്ഥലത്തേക്ക് ജോലിക്കോ പഠിത്തത്തിനോ വിടുകയാണ്, ഒരുക്കി വിടണം. എങ്ങനെ ഒരുക്കി? പൗഡർ ഇട്ട്, ഫൗണ്ടേഷൻ ഇട്ട്, പൊട്ടിയിട്ട് ആണോ? അതൊക്കെ അവർ തന്നെ ഇട്ടോളും. ഒരുക്കി വിടണം. എങ്ങനെ ഒരുക്കണം? പരിശുദ്ധാത്മാവിൽ ഒരുക്കി വിടണം. അവർ ഏത് രാജ്യത്ത് ചെന്നാലും അവർ നിറഞ്ഞു നിന്നോളും, അഭിഷേകത്തിൽ നിന്നോളും. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും. കിട്ടുന്നുണ്ടോ?
എനിക്കറിയാവുന്ന എൻ്റെ സൗഹൃദങ്ങളിലുള്ളവർ തന്നെയുണ്ട്. പുറത്ത് ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. ഞായറാഴ്ച പോലും പള്ളി വരാത്ത ടീമുകളുണ്ട്. അതെൻ്റെ കൂട്ടുകാരായതുകൊണ്ടല്ല, കൂട്ടുകാരെന്ന് വെച്ചാൽ സൗഹൃദങ്ങളിൽ പെട്ടവരായതുകൊണ്ടല്ല. അത് കൃത്യമായൊരു കാര്യം കിട്ടിയില്ല, പുറത്ത് പോയപ്പോൾ അത് പോയി. എൻ്റെയും കൂടെ പിഴ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പോൾ ഇത് കുറച്ച് നാളുകളായിട്ട് ഇപ്പം എന്നോട് പ്രാർത്ഥന ദൈവങ്ങളൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ അവരറിയാതെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഇതാണ്. ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയെല്ലാം ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ വരം നിറച്ച് ജോലി കൊടുക്കുക, വരം നിറച്ച് കല്യാണം നടക്കുക, വരം നിറച്ച് കുഞ്ഞുമാവനെ കൊടുക്കാം, വരം നിറച്ച് കല്യാണം നടക്കുക. അതാ നല്ലതെന്ന് തോന്നല്ലേ? നിങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അച്ഛൻ ഇങ്ങനെ കള്ളത്തരം പ്രാർത്ഥന നടത്തുള്ളൂ എന്ന് ഓർത്തോളുക കേട്ടോ. നിങ്ങൾ എന്ത് ഭൗതിക കാര്യം പറഞ്ഞാലും, ഇപ്പം ഞാനും നിങ്ങളോട് പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, എല്ലാ നമ്മുടെ കുറവുകളിലും വേദനകളിലും എല്ലാം പരിശുദ്ധാത്മാവ് സഹായിക്കും. റോമ 8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, നമുക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് സകലവിധ ആയുധങ്ങളും കൊണ്ട് നമ്മളെ പൊതിഞ്ഞു പിടിക്കും. നമ്മൾ ഈ യുദ്ധം ചെയ്യും, ഈ യുദ്ധം നമ്മൾ ജയിക്കുകയും ചെയ്യും. സങ്കീർത്തനം 108:13 കർത്താവാണ് നമുക്ക് വേണ്ടി ഈ യുദ്ധം ചെയ്യുന്നത്, അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങും. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. നെഹെമ്യ 2:20 മനസ്സിലുണ്ടോ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായി ഞങ്ങൾ അധ്വാനിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ ചെയ്യുന്ന അടുത്ത പ്രവൃത്തി അനുഗ്രഹമാവട്ടെ, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹമാവട്ടെ. പറഞ്ഞേ ആമേൻ. ശക്തിയോട് പറയാം ഹല്ലേലൂയാ.